നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. നിങ്ങളിട്ടാൽ വള്ളി നിക്കർ, ഞങ്ങളിട്ടാൽ ബർമുഡ. PMCയിൽ നിന്ന നിലയിൽ യൂട്ടേൺ അടിച്ച UDF സർക്കാരിനോട് മുതിർന്ന പൗരന്മാർ ഇങ്ങനെ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിയോടും ലീഗ് നേതാക്കളോടും പൂക്കി വൈബിൽ ജെൻസി ചോദിക്കുന്നത് മറ്റൊന്നാണ്. നിങ്ങൾ ചെയ്താൽ ട്രെൻഡ്, ഞങ്ങൾ ചെയ്താൽ ക്രഞ്ച്. കഴിഞ്ഞ സർക്കാർ PMCയിൽ ഒപ്പിട്ടപ്പോൾ എന്തായിരുന്നു പുകിൽ? വിദ്യാലയങ്ങളിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കുകയാണ്. ഭരണത്തിൽ വന്നാൽ ഞങ്ങളത് കീറി അറബിക്കടലിലെറിയും. CPM BJP ഡീൽ എന്നൊക്കെ പറഞ്ഞവരാണ് ഇപ്പോൾ ന്യായീകരിച്ച് നിന്നും വെഴുകുന്നത്. ഭരണത്തിൽ വന്നാൽ നടപ്പാക്കേണ്ടി വരുമെന്നെങ്കിലും ഇവർക്ക് അന്ന് അറിയില്ലായിരുന്നു. അന്ന് PMCയെ തുറന്നു തീർത്ത മുസ്ലിം ലീഗിന്റെ നേതാവാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ PMC കരാർ ഒപ്പിടാൻ മുൻ സർക്കാർ നിർബന്ധിതമായി എന്നായിരുന്നു ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീന്റെ ന്യായീകരണം. കരാർ ഒപ്പിട്ടെങ്കിൽ മാത്രമേ 152 ബ്ലോക്കുകളിലായി 34 സ്കൂളുകൾക്ക് 1 കോടി രൂപ വീതം ലഭിക്കുമായിരുന്നുള്ളൂ. 3 വർഷം കൊണ്ട് 1000 കോടിയോളം രൂപ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുൻ സർക്കാർ കരാറിൽ ഒപ്പിട്ടത്. ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാനത്തിന് അതിൽ നിന്ന് പിന്മാറാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. പിന്മാറാനുള്ള അവകാശം കേന്ദ്രത്തിന് മാത്രം നിക്ഷിപ്തമാണ്. ന്യായീകരണങ്ങൾ ഇങ്ങനെ നീണ്ടുപോകുന്നുണ്ട്. അന്ന് ഇതൊന്നും ഓർക്കാതായിരുന്നോ വലിയ വായിൽ എതിർപ്പുമായി വന്ന് ഗീർവാണം അടിച്ചതെന്ന് ഇപ്പോൾ ആളുകൾ ചോദിക്കുകയാണ്. PMCയിൽ ഒപ്പിട്ട കഴിഞ്ഞ സർക്കാരും അതിൽ തന്നെ തുടരുന്ന പുതിയ സർക്കാരും തമ്മിൽ എന്താണ് വ്യത്യാസം? പ്രതിപക്ഷത്ത് നിന്ന് ഭരണനിരയിലേക്ക് മാറുമ്പോൾ മാറുന്നതാണോ UDFന്റെ നിലപാട്? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ആദ്യ പ്രേക്ഷകനായിരുന്നത് ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്ന്. ശ്രീ മഹി, LDFന്റെ കാലത്ത് ഈ PMCയിൽ ഒപ്പിട്ടപ്പോൾ അതിനെ എതിർത്തവരാണ് UDF. ഇപ്പോൾ UDFും അതേ PMC പിന്തുടരുകയാണ്. LDFും UDFും PMCയുടെ കാര്യത്തിൽ കേന്ദ്രവുമായി ബന്ധപ്പെടുന്ന കാര്യം വരുമ്പോൾ ഒരേ നിലപാടുകാർ തന്നെയാണോ? അതിന് വ്യത്യാസമുണ്ട്. പിന്നെ അന്ന് അറബിക്കടലിൽ കൊണ്ട് എറിയുന്ന ഇപ്പൊ അതിന് ഇന്നും പറഞ്ഞിരിക്കണ അതിന് ഒപ്പിടുന്നു. ഒപ്പിടിട്ട് അതിന് പിന്നെ കരിമണൽ ഒപ്പ് കഴിഞ്ഞ സർക്കാർ ഇട്ടതാണ്. സർക്കാർ ഒപ്പിട്ട് അത് അവർ പിൻവലിച്ചിരുന്നു. പിൻവലിച്ചൊന്നുമില്ല, അല്ല മുന്നോട്ട് പോയില്ല. ശരി, അപ്പൊ അല്ല ഇവര് ദേശീയമായിട്ട് ഒപ്പിടും. പക്ഷേ ഒപ്പിടേണ്ട കാര്യമില്ല, ഓൾറെഡി ഒപ്പിട്ട കരാറാണ്. അവര് അതിൽ നിന്ന് പിന്മാറില്ല എന്നാണ് അവർ പറയുന്നത്. പിന്മാറാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. അതാണ് വിഷയം. അതിപ്പോ അവര് ദേശീയമായിട്ട് ഒപ്പിട്ട് അവർക്ക് നടപ്പിലാക്കും. അത് നമുക്കൊന്നും ചെയ്യാക്കും. പക്ഷെ കരിമണൽ ഖനനം ഒരിക്കലും അവിടെ നടക്കില്ല. PMC ആണ്, നമുക്ക് PMC നിന്ന് അല്ല അതും വരും. കരിമണൽ അത് ഒരിക്കലും നടക്കില്ല. മണ്ണ് വരാം. ശരി, ഓക്കെ. ശ്രീ മഹി എപ്പോഴും ഇങ്ങനെ മഹിക്ക് അതിനകത്ത് ഉത്തരം പറയണം. ഇല്ലെങ്കിൽ മഹി എന്തിനാണ് ഇങ്ങനെ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു ഉത്തരം പറയാനുണ്ടാവണം? സ്ഥിരമായി ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ അത് ചോദിക്കുമ്പോൾ മറ്റു കാര്യം പറയുക, അതല്ല ശരി. മഹി, താങ്കൾ സ്ഥിരമായി വിളിക്കുന്ന ആളാണ്. താങ്കൾ ദേവി ഏത് അക്കാര്യത്തിൽ താങ്കൾക്ക് ഇടതുപക്ഷക്കാരനാണെങ്കിൽ താങ്കൾക്ക് UDFനെ വിമർശിക്കാൻ, ഞങ്ങൾ തന്നെ ഇങ്ങനെ വിഷയം വെച്ചപ്പോൾ വിമർശിക്കാൻ എന്തെല്ലാം പറയാനുണ്ട്. അതിൻ്റെ ഇടയിൽ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കേണ്ട കാര്യമില്ല. ശ്രീ ബിനുകുമാറാണ് ചടയമംഗലത്ത് നിന്ന്. ശ്രീ ബിനുകുമാർ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് PMCയെ അതിനിശ്ചിതമായി വിമർശിച്ചവരാണ് UDFിലെ പ്രത്യേകിച്ച് ലീഗ് നേതാക്കൾ. അതേ ലീഗ് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത്. ഇപ്പോൾ അവരും പറയുന്നത് ഇത് ഒപ്പിട്ട് പോകാൻ നിർബന്ധിതമായതാണ്, പണം കിട്ടണമെങ്കിൽ ഒപ്പിടണം. പഴയ സർക്കാർ പറഞ്ഞ അതേ ന്യായീകരണങ്ങളൊക്കെ തന്നെയാണ് പുതിയ സർക്കാരും. പിന്നെ എന്തിനായിരുന്നു അന്ന് ഇവർ എതിർത്തത്? നമുക്ക് ഈ PMC പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് വന്നതിന് ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല സ്റ്റേറ്റുകളിലും ഈ ഫണ്ട് എടുത്ത് ആ സ്റ്റേറ്റുകളുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അത് ചെലവാക്കി അതെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെലവാക്കുന്നുണ്ട്. നമുക്കിവിടെ നഷ്ടം എന്ന് പറഞ്ഞാലേ പറഞ്ഞോ നമുക്ക് നഷ്ടം എന്ന് പറയുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കാണ്. കോളേജ് വിദ്യാഭ്യാസ രംഗത്ത് എയ്ഡഡ് കോളേജ് മേഖലയിലായാലും എയ്ഡഡ് കോളേജ് മേഖലയിലായാലും സാധാരണ ഗവൺമെന്റ് കോളേജിലായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശോചനീയാവസ്ഥ അവിടെ അഡ്മിഷൻ വരുമ്പോൾ രക്ഷാകർത്താക്കൾക്ക് മനസ്സിലാവും. ഒരു ശൗചാലയം പോലും ചുവയേറെയില്ല. ഞാനീ പറയുന്ന അത്ഭുതമല്ല. വന്ന് രക്ഷാകർത്താക്കൾ കാണുമ്പോൾ ഓരോ വർഷവും അഡ്മിഷൻ വരുമ്പോഴത്തേക്ക് അവർ കാണുന്നുണ്ട് ഇതൊക്കെ. പക്ഷെ ഈ ലാബ് ഉൾപ്പെടെയുള്ള ഫെസിലിറ്റീസ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഗുണം ചെയ്യുന്നത്. ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും ഈ VIP കളുടെയൊക്കെ മക്കള് മറ്റു രാജ്യങ്ങളിൽ പോയി അവർ പഠിക്കുന്നുണ്ട്. നമുക്ക്
നഷ്ടം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഈ വിദ്യാർത്ഥികൾക്കാണ്. ഈ വിദ്യാർത്ഥികൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വന്ന ഭാഗ്യം ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മുന്നണികളെയും ഈ വിദ്യാർത്ഥികളെ വെറുതെ വിടത്തില്ല. അത്ര കഷ്ടത്തരമാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. മറ്റൊരു പ്രേക്ഷകരുണ്ട്, ശ്രീധരനാണ്, വയനാട് നിന്നാണ്. ശ്രീധരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കഴിഞ്ഞ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഒരു പദ്ധതിയെ അതിനിശ്ചിതമായി വിമർശിക്കുക, അത് BJP-യുമായി ഡീലാണ് എന്നൊക്കെ പറയുക, ഭരണപക്ഷത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ ആവശ്യമാണ് എന്ന മട്ടിൽ അതിനെ ന്യായീകരിക്കുക, ഇത് എന്തുതരം ന്യായമാണ്? അതാണ് ഞാൻ ചോദിക്കാൻ കാരണം. കാരണം നമ്മൾ ഈ വയനാട്ടിൽ എന്ന് പറഞ്ഞാൽ അപൂർവം ചില വ്യക്തികൾ മാത്രമേ നിങ്ങളെ വിളിക്കുന്നുള്ളൂ, നിങ്ങളായിട്ട് ബന്ധപ്പെടുന്നു. എന്നെ പോലത്തെ ആൾക്കാർ മാത്രമേ നിങ്ങളായിട്ട് ബന്ധപ്പെടുന്നുള്ളൂ. കാരണം ഇത് വെറും ഒരു കൊള്ളരായ്മ തന്നെ. അപ്പൊ അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ വലിയ ഉപകാരമായി. ശരി, മുഹമ്മദ് ആണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എതിർക്കുക എന്നുള്ളതൊരു ശൈലിയുണ്ട്, പക്ഷേ അതേ കാര്യം പിന്നീട് അധികാരത്തിൽ വന്നാൽ തങ്ങൾക്കത് നടപ്പാക്കേണ്ടി വരും എന്നത് അറിയാതെ ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തിനേയും ഏതിനേയും എതിർക്കുക എന്നൊരു ശൈലി സ്വീകരിക്കുന്നത്, അത് തന്നെ ഭരണപക്ഷത്ത് വരുമ്പോൾ ന്യായീകരിക്കുകയും ചെയ്യുക, അതിനെ എന്താണ് പറയേണ്ടത്? നമസ്കാരം. നമസ്കാരം. അത് അതിനെ സംബന്ധിച്ച് പറയാമെന്ന് പറഞ്ഞാല് പിന്നെ നല്ല കാര്യത്തിന് എപ്പോഴും പിന്തുണക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ശൈലി. അപ്പൊ അത് നല്ല കാര്യം ഏതാണോ എന്നുണ്ടെങ്കിൽ അത് പറയും, അല്ലാതെ ഡീലും കീലേറ്റ് കിടക്കലൊന്നുമില്ല എന്നുള്ളതാണ് പറയാനുള്ളത് എനിക്ക്. പിന്നെ എന്തപ്പോ പറയാൻ കാരണം എന്നുള്ളത് അതിന്റെ വിഷയം നേരത്തൊക്കെ മനസ്സിലായതുമില്ല, അതുകൊണ്ടാ. ശരി, ശ്രീ ഗോപകുമാറാണ്, ചെറുപ്പുളശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഗോപകുമാർ, കീറി അറബിക്കടലിലെറിയും, ഇത് കേന്ദ്ര സർക്കാരും BJP-യും CPM-ഉം തമ്മിലുള്ള ഡീൽ എന്നൊക്കെ ആയിരുന്നു പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് പണം കിട്ടാൻ വേണ്ടി കഴിഞ്ഞ സർക്കാർ നിർബന്ധിതമായതാണ് ഇങ്ങനെ ഒരു കരാറിൽ ഒപ്പിടാൻ. കഴിഞ്ഞ സർക്കാർ ഇത് തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾ നിർബന്ധിതരായതാണ് എന്നാണ് പറഞ്ഞത്, പണം കിട്ടാൻ വേണ്ടിയാണ് ഒപ്പിടുന്നത് എന്നും പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ നിലപാടിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം? നമസ്കാരം ജിനജി, നമസ്കാരം. ഇത് എന്തായാലും പ്രതിപക്ഷത്തിരിക്കുമ്പോ എന്ത് കൊടുത്താലും നരേന്ദ്രമോദി അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ വീട്ടിൽ നിന്നും നല്ലത് തരുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ പരിപാടിയല്ലേ. കേന്ദ്ര ഗവൺമെന്റ് പരിപാടി ആവിഷ്കരിച്ച് കഴിഞ്ഞാൽ PM ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ്. ഇതേ ഇതിന്റെ മുന്നുണ്ടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞതാണ്, NEPക്ക് എന്താ കുഴപ്പം, കാശ് നിങ്ങൾ തരുമോ എന്ന് പത്രക്കാരോടൊക്കെ ചോദിച്ചാണ്. നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവും, നിങ്ങളടുത്തൊക്കെ ചോദിച്ചാണ്, നിങ്ങൾ കാശ് തരുമോ, കാശിന്റെ ആവശ്യമുണ്ട്, NEPക്ക് എന്താ ഒരു കുഴപ്പം? ആ ചോദിച്ച ആൾ ഇപ്പൊ പറയാം, അതേ ആളെന്നെ പറയണ ഞാൻ എന്റെ നിലപാട് മാറ്റി, ഇപ്പൊ വീണ്ടും നിലപാട് മാറ്റി. PM ശ്രീ നിങ്ങൾ എന്തിനു ഒപ്പിട്ട് ചോദിച്ചു, വീണ്ടും നിലപാട് മാറ്റി. ഇപ്പൊ മൂപ്പരത് പറയണില്ല, ഞാൻ എന്റെ നിലപാട് മാറ്റി എന്ന് പറഞ്ഞ ആള് ഇപ്പൊ വീണ്ടും നിലപാട് മാറ്റി എന്ന് പറയുന്നില്ല. ഇവരൊക്കെ ഒരു നാണയത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ്. എന്ത് വന്നാലും എതിർക്കുക. PM ശ്രീ മാത്രമൊന്നുമല്ല, ഇപ്പൊ മറ്റേ വിദ്യാഭ്യാസ മന്ത്രി മുസ്ലിം ലീഗിന്റെ അതാണല്ലോ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്കൃതി നമ്മുടെ നാട്ടുകാരനാ, മണ്ണാർക്കാട്ടുകാരനാണ് സംസ്കൃതിന്. അയാളെ കുടുങ്ങിപ്പോയി, ഒരു രക്ഷയില്ല. CPM മുദ്ര വെച്ച് ഒപ്പിട്ട കടലാസില് ഒരു കാരണവശാൽ അതൊന്നും മാറ്റാൻ അവർക്ക് കൂട്ടിയേ കഴിയില്ല. കോൺഗ്രസ്സുകാരും കൂട്ടിയ ഞാൻ ഇതിന്റെ മുന്നേ തവണ ഈ കാര്യത്തിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇവര് ഉപ്പുപ്പാര് വന്നാലും ഇതിൽ ഒപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സമ്മതിച്ചേ പറ്റൂ, ഒപ്പ് ചെയ്യേണ്ടി വരും. PM ശ്രീന്ന് പരിപാടിയിൽ ഇവര് അംഗീകരിക്കേണ്ടി വരും, ഒരു തർക്കമില്ല. അപ്പൊ പിണറായിയുടെ കൊച്ചുമകൻ തിരുവനന്തപുരത്ത് NEP ഇതിലല്ലേ പഠിക്കുന്നത്, അവർക്കൊന്നും കുഴപ്പമില്ല. SFIക്കാർക്ക് പിണറായിയുടെ കൊച്ചുമകൻ അവിടെ പഠിക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പിണറായിയുടെ കൊച്ചുമകൻ എവിടെയാണ് പഠിക്കുന്നത് എനിക്കറിയില്ല, ഏതെങ്കിലും സ്കൂളിൽ പഠിക്കുന്നതിന്റെ വിഷയമല്ല ഇത്. ഈ PM ശ്രീ കരാറിന്റെ ആകെ ഇതിനകത്ത് ഇതൊക്കെ പറയുമ്പോഴും ഇതിനകത്തൊരു വിഷയം, PM ശ്രീ കരാറിൽ ഒപ്പിട്ടെങ്കിൽ SSKക്ക് സർവശിക്ഷാ അഭിയാന് പണം നൽകില്ല എന്നുള്ളൊരു മുട്ടാപ്പോക്ക് കേന്ദ്ര സർക്കാർ പറഞ്ഞത് കൊണ്ടാണ് കഴിഞ്ഞ സർക്കാരിനും ഈ സർക്കാരിനും ഒക്കെ അതിൽ ഒപ്പിടേണ്ടി വരുന്നത് എന്ന ന്യായീകരണമാണ് രണ്ട് സർക്കാർ കൃത്യമായി പറയുന്നത്. അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ ഞങ്ങളുടെ ഒരു പദ്ധതിയിൽ ഒപ്പിട്ടില്ലെങ്കിൽ മറ്റതിന് പണം തരില്ല എന്നൊക്കെ പറയുന്നത് ഒരു മാതിരി മുട്ടാപ്പോക്ക് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. സർവശിക്ഷാ അഭിയാന്റെ SSA ഫണ്ട് കിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഇവർ അതൊരു മുട്ടാപ്പൊക്കെ ന്യായം പറയാന്ന് മാത്രമാണ്. എത്ര സംസ്ഥാനം ബാക്കിയുണ്ട്? നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തുള്ള സംസ്ഥാനങ്ങളിൽ എത്ര സംസ്ഥാനത്തിൽ ബാക്കിയുണ്ട് കിരൺജി പറയൂ? ഈ തമിഴ്നാടും കേരളം ഒഴികെ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ ഈ NEP നടപ്പാക്കാത്തതുണ്ടോ, PM ശ്രീ നടപ്പാക്കാത്തതുണ്ടോ? അവരെല്ലാ കാര്യപടികളും ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അല്ലാണ്ട് ഇവിടെ വന്നാൽ നമ്മൾ ഇത് മാറ്റണം, കരിക്കുലം ഇത് മാറ്റണം നമ്മൾ പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. അതൊക്കെ വെറുതെ ഇവരുണ്ടാക്കുന്ന മുടന്ത ന്യായങ്ങളാണ്, വെറും മുടന്ത ന്യായങ്ങൾ, ഒന്നും രക്ഷയില്ല. ഒപ്പിട്ട് കഴിഞ്ഞു, CPM ഒപ്പിട്ടു, അന്ന് മൂപ്പര് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ഞാൻ എന്റെ നയം മാറ്റി,
ഇപ്പൊ വീണ്ടും മൂപ്പര് നയം മാറ്റി. നിങ്ങൾ എന്തിനാ ഇപ്പൊ അത് തുടങ്ങുന്നത്? ഞങ്ങളത് മരവിപ്പിക്കാൻ കൂട്ടിയേ കഴിയില്ല. അങ്ങനത്തെ എഗ്രിമെന്റിലാണ് CPM ഒപ്പിട്ടിരിക്കുന്നത്. മരവിക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് വിചാരിക്കണം. കേന്ദ്ര ഗവൺമെന്റ് വിചാരിച്ചാൽ മാത്രമേ മരവിപ്പിക്കാനോ മാറ്റാനോ പറ്റുള്ളൂ. അങ്ങനെ ഒരു പേപ്പറിലാണ് ഇവർ ഒപ്പിട്ടിരിക്കുന്നത്. ഇവർക്ക് അറിയാം, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അറിയാത്തൊന്നല്ല. ബാക്കിയുള്ള നാട്ടിലുള്ള കേരളത്തിലെ ചെറിയ കുട്ടികളെയും ബാക്കിയുള്ള കുട്ടികളെയും ഇവർ പൊട്ടന്മാരാക്കുകയാണ്. വിദ്യാഭ്യാസത്തിന് നല്ലൊരു കാര്യം PMC എന്നാണ് എന്റെ അഭിപ്രായം. ഇതൊന്നും പിൻവലിക്കാനോ പിന്മാറാനോ ഇവർക്ക് കഴിയില്ല. എനിക്ക് നല്ലൊരു സന്തോഷമുണ്ട്. ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കളുടെ പാർട്ടിയുടെ അതിശക്തമായ എതിർപ്പിനെ തുടർന്നാണ് PMCയിൽ നിന്ന് സർക്കാരിന് പിൻവാങ്ങാനുള്ള ഒരു കത്ത് കൊടുത്തതും. അത് സാങ്കേതികമായ കത്ത് കൊടുത്തു വന്നതിനപ്പുറത്തേക്ക് മറ്റ് നടപടികളൊന്നും ഉണ്ടായില്ല. അത് നിങ്ങൾ രണ്ട് പാർട്ടിക്കാർ തമ്മിലുള്ള ഒരു ചെറിയ ഒത്തുതീർപ്പ്. പക്ഷേ ഇപ്പോൾ അന്ന് അതിനെ എതിർത്ത ഈ സർക്കാരും അതേ നയം തന്നെയാണ് നടപ്പാക്കുന്നത്. ഇപ്പോൾ മറ്റൊരു നയമാണോ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങൾക്കുള്ളത്? തീർച്ചയായും ശ്രീ കിരൺ, നമ്മുടെ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഭാവി തലമുറയുടെ ഭാഗതയെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് വിദ്യാഭ്യാസ വകുപ്പ്. ധനകാര്യത്തെക്കാൾ മറ്റെന്തിനേക്കാൾ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ആണ് ഞാൻ. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് പ്രകാരം PMC വിഷയത്തിൽ തന്നെ അതുകൊണ്ട് തന്നെ അതിലൊരു നിലപാടെടുത്തത് കൊണ്ട് തന്നെ ഒരു CPI-കാരൻ എന്നുള്ള നിലയിൽ ഞാൻ അഭിമാനിക്കുകയാണ്. നോക്കൂ, ഇതിനകത്ത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് നേരത്തെ പറഞ്ഞാണത് നേരത്തെ പഴയ സർക്കാർ ഒപ്പിട്ടു എന്നൊക്കെ പറഞ്ഞ് തികച്ചും ബാലിച്ചോ. അത് ഇതിപ്പോ നേരത്തെ തന്നെ ഒരു സുഹൃത്ത് പറഞ്ഞല്ലോ. അങ്ങനെ ഒപ്പിട്ടെങ്കിൽ പിന്നെ ഈ സതീശൻ ഇപ്പൊ ഈ ബലിയാടാകേണ്ട കാര്യമില്ലല്ലോ. ഒപ്പിട്ട കാര്യം തീരുമാനിച്ചെങ്കിൽ കാര്യങ്ങളങ്ങ് നടത്തിയാൽ പോരെ? ഒരിക്കലും ഇല്ല. അത് നടക്കത്തില്ല. മരവിപ്പിച്ചു എന്നുള്ള വിഷയമാണ്. അതിന്റെ സാങ്കേതിക എന്നെക്കാളും പിന്നെ പത്രക്കാരായിട്ടുള്ള നിങ്ങൾക്കറിയാം, അത് നടക്കാനാകാത്ത വിധം LDF മരവിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പൊ നേരത്തെ ചില സുഹൃത്തുക്കൾ പറഞ്ഞാൽ LDF വരെ അന്ന് ശിവൻകുട്ടി ഒപ്പുവെച്ച് പിന്നെ ഈ സതീശന് ഈ പേരുദോഷം കേൾക്കേണ്ട കാര്യമില്ലല്ലോ. അത് നടത്തിയാൽ പോരെ? അവര് ഇല്ല, നടത്തിയിട്ട് ഒന്നും ആയിട്ടില്ല. എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഈ സർക്കാർ ഈ പേരുദോഷം കേൾക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞങ്ങൾ ഈ പാർട്ടി ചെറുതായി പോയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതായത് ഇടതുപക്ഷത്തിലെ പ്രധാന പാർട്ടി, ഇപ്പൊ ചില അനിയൻ ഇച്ചിരി ആരോഗ്യം അല്ലെങ്കിൽ തടി കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് ചേട്ടനല്ലാതാവത്തില്ലല്ലോ. അനിയൻ ഇച്ചിരി തടി കൂടിപ്പോയെന്ന് വിചാരിച്ചിട്ട് ചേട്ടനല്ലാവത്തില്ലല്ലോ. ഇടതുപക്ഷത്തിലെ CPM-നേക്കാൾ ആശയപരമായിട്ട് ഉയർന്നു നിൽക്കുന്ന CPI-യിൽ നിന്ന് വിട്ടുപോയ പാർട്ടിയാണ് CPM. അതായത് വ്യക്തമായ കൂടുതൽ ശരി എന്നുള്ളതുകൊണ്ടാണല്ലോ കൂടുതൽ ആളുകൾ അവർക്കൊപ്പം ചേർന്നത്. അതൊക്കെ മാറി താമസിക്കും സാർ. പ്രധാനപ്പെട്ട പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളത് അതുകൊണ്ടല്ലേ അത് പറഞ്ഞില്ല. പക്ഷേ CPM-നേക്കാൾ വലിയ പാർട്ടി ആണ് എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ശരി, നമ്മൾ അതിലേക്കൊരു വാക്ക് തർക്കത്തിലേക്കൊന്നും നമ്മളിപ്പോ പോകുന്നില്ല. അതൊക്കെ കാലം തെളിയിച്ച് വരേണ്ട അതിനുള്ള സാഹചര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അങ്ങനെ ഇടതുപക്ഷത്തിൽ അങ്ങനെ തിരുത്തുവാനായിട്ട് ഞങ്ങൾ രണ്ടാമത്തെ പാർട്ടിയാണ്, ചെറിയ പാർട്ടി ഞങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഈ മുസ്ലിം ലീഗിനെ പോലെയുള്ള പാർട്ടികൾ, അവരാണല്ലോ BJP-യുടെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ഒതുക്കാൻ നിൽക്കുന്ന പാർട്ടിയാണ് BJP. ആശയപരമായും വിദ്യാഭ്യാസപരമായും ഒക്കെ എന്തുകൊണ്ട് അവർ മിണ്ടുന്നില്ല? അപ്പൊ അതിന്റെ ഇത് നമ്മളൊരു ഇതിനകത്തൊരു അപകടം പതിയിരിക്കും. നമ്മൾ മനസ്സിലാക്കണം ഈ PMC വിഷയത്തിൽ നമ്മൾ യഥാർത്ഥ, കാരണം ഈ വ്യത്യസ്തമായിട്ട് എതിർചേരുകളിൽ നിൽക്കുന്ന പാർട്ടികളാണെങ്കിലും ആശയപരമായി ഈ വർഗീയ പാർട്ടികളെല്ലാം ഒന്നാണ്. അതായത് ഇപ്പൊ BJP ആയാലും നമ്മുടെ മുസ്ലിം ലീഗും ഒക്കെ ഇവരുടെയൊക്കെ ലക്ഷ്യം ഒന്നാണ്. കാരണം മതപരമായ ആളുകളെ ഭിന്നിപ്പിക്കുക. അതുകൊണ്ട് ഇവര് അതിനെ അനുകൂലിക്കും. അപ്പൊ ഇവര് പരസ്പരം മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരാണ് അല്ല അത്തരത്തിലൊക്കെ ഒരു വ്യാഖ്യാനം ഉണ്ടാക്കി വെക്കുമ്പോഴും ഇവർ ആശയപരമായി ഉള്ളിന്റെ ഉള്ളിൽ ഈ വർഗീയ പാർട്ടികളെല്ലാം ഒന്നാണെന്ന് തെളിയിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മുസ്ലിം ലീഗ്. ഞങ്ങൾ നോക്കുന്നത് മുസ്ലിം ലീഗ് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന് പണ്ടേ ഈ നയമില്ലല്ലോ. കഷ്ടകാലത്തിന് ഈ നമ്മുടെ ഇപ്പൊ കിരണ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിലുണ്ട്. നമ്മൾ ഈ യഥാർത്ഥ പഴയ ആൾക്കാർക്ക് അറിയാം കോൺഗ്രസിനെ കൊണ്ട് ഇതൊന്നും നടക്കത്തില്ലെന്ന്. പുതിയ കുറച്ച് തലമുറ ഈ 10 വർഷം ഒരു ഭരണത്തിൽ ഇല്ലാതിരുന്നുകൊണ്ട് വളർന്നു വന്ന ഒരു തലമുറയ്ക്ക് ഈ കോൺഗ്രസിന്റെ ചരിത്രം അറിഞ്ഞുകൂടായിരുന്നു. അറിയാമായിരുന്നെങ്കിൽ ഈ ചെറുപ്പക്കാരെ വോട്ട് ചെയ്തില്ല. രാധാകൃഷ്ണൻ, നിങ്ങളുടെ പാർട്ടി ഭരിച്ചപ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെ ഭരണം ഈ കേരളത്തിന് ഇനി വേണ്ട എന്ന് ഭൂരിപക്ഷം ജനം തീരുമാനിച്ചു. അതുകൊണ്ട് അതിനെ ജയിപ്പിച്ച ആളുകളുടെ ചരിത്രം നോക്കിയും അല്ലെങ്കിൽ അവരുടെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങളുടെ അർത്ഥം പറ്റിപ്പോയി. അത് വരും ദിവസങ്ങൾ നമുക്കറിയാം. വരും ദിവസം ഇപ്പൊ തന്നെ അത് ഒരു സർക്കാരിനെ ഏൽപ്പിച്ചു. അത് സർക്കാർ കുറച്ചു കാലം കഴിയുമ്പോൾ ആളുകൾക്ക് ഇപ്പോൾ ഈ വിഷയത്തിൽ മലക്കം പറഞ്ഞപ്പോൾ ആളുകൾ വിമർശിക്കുന്നുണ്ട്. പക്ഷെ എന്ന് കരുതി ഒരു സർക്കാർ ജയിച്ച സർക്കാർ തന്നെയല്ലേ? ശ്രീ കിരൺ, ഒരു വിഷയത്തിലല്ലല്ലോ മലക്കം പറഞ്ഞത്. അവർ ജനങ്ങളുടെ മുമ്പിൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ച LDF സർക്കാർ നടപ്പാക്കിയതെല്ലാം ഇടത് നയങ്ങളാണോ? അല്ലല്ലോ. നിങ്ങളുടെ പാർട്ടിയും ഈ നയങ്ങൾക്കെല്ലാം വല്ലപ്പോഴും ഒരു PMC-ക്ക് എതിർത്തു വന്നതിനപ്പുറത്തേക്ക് വലതുപക്ഷ നയങ്ങൾ നടപ്പാക്കിയപ്പോഴും നിങ്ങളെല്ലാം നടപ്പാക്കിയവരല്ലേ? അപ്പോൾ അതൊന്നും പറയട്ടെ. എല്ലാവരുടെയും ഭാഗത്തുനിന്ന് അത്ര വീഴ്ചകളൊക്കെ ഉണ്ട്. PMC-യിൽ അടക്കം എന്തിനേത് അതിരപ്പള്ളി പദ്ധതിയിലടക്കം പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ആശയപരമായി ഒക്കെ തന്നെ CPI കൃത്യമായി എതിർത്തിയിട്ടുണ്ട്. ഞാൻ ഈ 100 കാര്യങ്ങളുടെ കൂട്ടത്തിൽ അതിരപ്പള്ളി പെട്ടെന്ന് ഓർത്തുകൊണ്ട് പറയും. അതിരപ്പള്ളി പദ്ധതി വന്നപ്പോൾ ആരാണ് ഈ CPM മുന്നോട്ട് പോയപ്പോൾ അതിനെ എതിർത്ത് CPI അല്ലേ? അത് മുമ്പോട്ട് പോയോ?
അപ്പൊ അതുപോലെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷ അഭിപ്രായം വ്യക്തമാണ് രാധാകൃഷ്ണൻ. ശ്രീ പ്രദീപ് കുമാറാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ പ്രദീപ്, ഭരണപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒന്ന് പറയുക, അതിനെ എതിർക്കുക, ഭരണപക്ഷത്താകുമ്പോൾ അത് അപ്പടി നടപ്പാക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുക, ഇതിനെ എന്താണ് പറയേണ്ടത്? അല്ല, എനിക്ക് ആദ്യം പറയുന്നത് ഈ ഒപ്പിട്ട് എങ്ങനെ നടപ്പാക്കാതിരിക്കുക എന്നതിനെ കുറിച്ചിട്ടാണ്. ഒരു പദ്ധതിയിൽ ഒപ്പിടുന്നത് നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒപ്പിടുന്നത് നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഒപ്പിടുക എന്നുള്ള കാര്യമാണ് എനിക്കറിയേണ്ടത്. അതൊന്ന് വിശദീകരിച്ചാൽ മതി. സർക്കാരിൻ്റെതായ പല പദ്ധതിയിൽ ഒപ്പിട്ട് എന്ന് കരുതി എപ്പോഴും നടപ്പാകണമെന്നൊന്നുമില്ല. അങ്ങനെയൊക്കെ പല രീതിയിൽ നടക്കാറുണ്ട്. ചിലത് ഒപ്പിട്ട പല പദ്ധതികൾ നടപ്പാകാതെ പോകാറും ഒക്കെ ഉണ്ട്. പദ്ധതിയിൽ നമ്മൾ സൈൻ ചെയ്യുന്നത് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. ശരിയാണ് പ്രദീപ്. നമ്മളിപ്പോ പല കരാറുകളിൽ ഒപ്പിടുന്ന ഇത് കരുതി അതെല്ലാം അപ്പടി നടപ്പാകണമെന്നൊന്നുമില്ല. ചിലപ്പോൾ നടപ്പാകാതെ പോകും. ചിലപ്പോൾ കേന്ദ്രം പിന്മാറും, ചിലപ്പോൾ സംസ്ഥാനം പിന്മാറും, ചിലപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും പിന്മാറും, ചിലപ്പോൾ കേന്ദ്രം പറഞ്ഞാലും സംസ്ഥാനം നടപ്പാക്കത്തില്ല, അല്ലെങ്കിൽ സംസ്ഥാനം പറഞ്ഞാലും കേന്ദ്രം പണം കൊടുക്കാതിരിക്കും. അങ്ങനെ പല പല കാര്യങ്ങളിൽ പല കരാറുകളിൽ ഇതിനു മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിലൊന്നും വലിയ കാര്യമില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ തുടർന്ന് പോകുന്നതിൽ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിന്റെ രീതിയിൽ അത് തുടർന്ന് പോയിക്കോളും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എത്രയോ കരാറുകൾ അങ്ങനെ പാഴായി പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇതിനെ കൂടുതൽ ഇട്ട് സംസാരിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ശരി, ഓക്കെ. പ്രദീപിന്റെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ കെ ജി കുമാർ, കൊട്ടാരക്കര. ശ്രീ കെ ജി കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരുത്തരിടുമ്പോൾ അത് വള്ളി നിക്കർ, മറ്റുള്ളവരിടുമ്പോൾ ബെർമുഡ എന്ന് പറയുന്ന അവസ്ഥയാണോ? അതായത് ഈ മുൻ സർക്കാരായാലും ഈ സർക്കാരായാലും നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് ഗുണം കിട്ടുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയ്ക്ക് ഈ PM ശ്രീ പഴയ സർക്കാരായാലും ഈ സർക്കാരായാലും നടപ്പാക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം ഇതിനകത്ത് ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ സംഘപരിവാറിന്റെ ചില അജണ്ടകൾ കുത്തിത്തിരുകുന്നു എന്നുള്ളതാണല്ലോ ആക്ഷേപം. പക്ഷേ ഈ അങ്ങനെ അവർക്ക് എന്തെങ്കിലും അങ്ങനെ തോന്നി, ഇപ്പൊ ഭാരതത്തിന്റെ അടിസ്ഥാന പൈതൃകമായിട്ടുള്ള ഏതെങ്കിലും കാര്യം അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന് തന്നെ വിവേചനാധികാരം ഉപയോഗിച്ച് ചില മാറ്റങ്ങൾ വരുത്താം എന്നാണ് പറയപ്പെടുന്നത്. അല്ലാതെ വലിയ ഇത് പ്രശ്നമൊന്നുമില്ല. കാര്യം അങ്ങനെയാണെങ്കിൽ ഈ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അങ്ങ് വളരെ ഇതായിട്ടുള്ള ഒന്നും ഇല്ല. പക്ഷെ പാവപ്പെട്ട കുട്ടികൾക്ക് ഇത്രയും പൈസ കിട്ടും, അവരുടെ വിദ്യാഭ്യാസ നിലവാരം ഉയരുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് ഇതിന് ഇപ്പൊ പഴയ സർക്കാരായാലും ഈ സർക്കാരായാലും മുന്നോട്ട് തന്നെ പോകണം. അന്ന് പിന്നെ രാഷ്ട്രീയമായിട്ട് ലീഗ് എതിർപക്ഷത്തിരുന്നപ്പോൾ അറബിക്കടൽ കളയും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ അന്ന് അവർ പറഞ്ഞു. ഇപ്പൊ ഈ അവസാനം ഈ വന്നപ്പോൾ ഈ കാശിന്റെ കാര്യം വന്നപ്പോൾ പിന്നെ നമ്മുടെ ഗോഡ് ഫാദറിൽ NN പിള്ളയോട് പറയുന്നത് പോലെ ഞങ്ങൾക്ക് ഇനി 500 മുതലാളിയെ ഉള്ളു എന്നുള്ള ഒരു അവസ്ഥയിൽ ചെന്ന് എത്തിയപ്പോൾ ഇനി ഇത് മുന്നോട്ട് പോകാതെ മറ്റ് മാർഗമൊന്നുമില്ല. അതിന് മുൻ സർക്കാർ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് അതേ നിവർത്തിയുള്ളൂ എന്നൊക്കെ അങ്ങനെ പല കാര്യങ്ങളും പറയും. അപ്പോൾ അവരാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, ഇവർക്ക് വേണേൽ പിന്മാറാവുന്നതേ ഉള്ളൂ എന്ന് പറയും. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം ഇത് പാവപ്പെട്ട കുട്ടികൾക്ക് ഗുണം കിട്ടുന്ന ഒരു ഏർപ്പാട് ആയതുകൊണ്ട്, അവരുടെ വിദ്യാഭ്യാസ നിലവാരം ഉയരുന്ന ഒരു കാര്യം ആയതുകൊണ്ട് അതിനകത്ത് നമ്മൾ പിന്നെ വേറെ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഈ PM ശ്രീ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകണം. PM ശ്രീ മാത്രമല്ല, ഇപ്പൊ പ്രധാനമന്ത്രി ആവാസ് യോജന ഇപ്പൊ തദ്ദേശ മന്ത്രി പറഞ്ഞായിരുന്നു, അതിനകത്ത് സ്റ്റിക്കർ ഒട്ടിക്കുന്ന അങ്ങനെ എന്തല്ല. അതെന്തുവാന്ന് വെച്ചാൽ ചർച്ച ചെയ്ത് പരിഹരിച്ച് നമ്മുടെ സംസ്ഥാനത്തിന് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ അന്ധമായ രാഷ്ട്രീയ എതിർപ്പും വിരോധവും വെക്കാതെ മുന്നോട്ട് പോകണം, മുടന്ത ന്യായങ്ങളൊന്നും പറയാതെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? അന്ന് എതിർപ്പ്, ഇന്ന് ന്യായീകരണം. എനിക്ക് ഇതിനു മുമ്പ് നിങ്ങളുടെ CPIന്റെ കഥകളെ പറ്റി ഇരുവന്നുപോയി. CPI പറഞ്ഞ എന്റെ പൊതുപോലത്തെ കിരൺ ബാബു യജമാനും അനക്കുമ്പോൾ ഈ ശമ്പളം 100 യജമാനും എന്റെ അനക്കുന്നവരുടെ CPM ഇല്ല കേടാ CPI ഉണ്ട്. CPIന്റെ പ്രസ്ഥാനം കേരളത്തിൽ കാലഘട്ടപ്പെട്ടില്ലേ? എവിടെയാ CPI ഉള്ളത്? പിന്നെ ഇതിപ്പോ ഞാൻ നമുക്ക് തള്ളിക്കളയാവുന്ന ഒരു പാർട്ടിയല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി തന്നെയാണ്. അവരോട് അങ്ങനെ പറഞ്ഞെന്ന് കരുതി അങ്ങനെ അതിനെ തള്ളിക്കളയാവുന്ന ഒരു പാർട്ടിയല്ല CPI. പലപ്പോഴും നിലപാടൊക്കെ എടുക്കുന്ന ആളുകളാണ് ഇപ്പോഴും. 5 കൊല്ലം കഴിയുമ്പോ CPIയുടെ അവസ്ഥ കാണും. ഇപ്പൊ 8ാവുണ്ട്. അപ്പോ ഈ ഞാൻ പറയുന്നത് ഒരു കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഏറ്റുമുട്ടല്ല പോട്ടെ ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ. BJP മോദി ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു അവരെ ഏറ്റുമുട്ടുന്ന ആ സമീപനേ തെറ്റാണ്. നമുക്കിപ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ ആകെ മൊത്തം ഞെരിഞ്ഞു നിൽക്കുക. ആ സമയത്ത് അവരുടെയൊക്കെ നമുക്ക് കിട്ടും, ന്യായമായിട്ട് കിട്ടുന്നത്. വേറെ നമുക്ക് അങ്ങനെ കാവ്യൊന്നും ഇങ്ങനെ അടിച്ചു കയറ്റൊന്നുമില്ല. അതൊക്കെ ചുമ്മാ പറയുന്നവനെ. നമുക്കിവിടെ കേരള എഡ്യൂക്കേഷൻ റോളുണ്ട്.
അതനുസരിച്ചാണ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് അങ്ങ് അടിച്ചേൽപ്പിക്കുക ഇതൊക്കെ ചുമ്മാ. പരമാവധി കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഒരു സംയമനത്തോട് കൂടിയിട്ട് പരമാവധി കിട്ടുന്നത് വാങ്ങിയെടുക്കും. അതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത. ഇപ്പൊ ഒരു കുടുംബത്തിൽ അച്ഛനും മോനും, അച്ഛൻ എപ്പോഴും മോനിങ്ങനെ അച്ഛൻ വഴക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അച്ഛൻ മിണ്ടാണ്ടെടുക്കും. 10 വയസ്സിന് കയറുണ്ടെന്ന് പറയും. അതേ അവസ്ഥയാണ്. അതുകൊണ്ട് പരമാവധി കിട്ടുന്നത് വാങ്ങിയെടുക്കുക. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാമെന്നല്ലാതെ വേറൊന്നുമില്ല. കിരൺ ബാബു, ഓക്കെ. ശരി. ശ്രീ ഷാജിയാണ് കൊല്ലത്തുനിന്ന്. ശ്രീ ഷാജി, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു നിലപാട് സ്വീകരിക്കുകയും ഭരണപക്ഷത്തെത്തുമ്പോൾ ആ നിലപാടിൽ യു ടേൺ അടിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുക? അല്ല, ഇത് ടോട്ടലി യു ടേൺ ആണല്ല. 1 by 1 ആയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളുടെ പലരും പ്രതിപാദിച്ചു കഴിഞ്ഞു. യു ടേൺ അടിക്കുന്ന ഒരു സമീപനമാണ്. പണ്ട് അന്ന് ഇലക്ഷൻ സമയത്ത് അല്ലെങ്കിൽ ഇലക്ഷന് മുമ്പ് അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിന്നപ്പോൾ ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ, ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഇത്തരത്തിലുള്ള എന്താ പറയുന്നത് അറബിക്കടൽ എറിയും എന്ന തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ ആവശ്യമായിരുന്നു ആളുകളുടെ കയ്യടി കിട്ടാനും വോട്ട് കിട്ടാനും. ഇതൊന്നും നടക്കത്തില്ല എന്നുള്ളത്, അവരെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ളത് ഇത് വ്യക്തമായി വരികയാണ്. പണ്ട് ഈ MOUമായിട്ട് ബന്ധപ്പെട്ട് ഒരു നിയമസഭയിൽ ശ്രീ കടവൂർ ശിവദാസൻ പറഞ്ഞൊരു പ്രസ്താവന അയാൾക്ക് ഓർക്കുകയാണ്. അതായത് MOU നമ്മൾ ചെറുപ്പകാലത്ത് പലർക്കും അദ്ദേഹം പറഞ്ഞ ഉദാഹരണം ഇതാണ്. കിരൺ ഭായിക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. ചെറുപ്പകാലത്ത് നമ്മൾ കൗമാരകാലത്ത് പ്രണയലേഖനങ്ങൾ 1-ൽ കൂടുതൽ ആളുകൾക്ക് കൊടുത്തുന്നിരിക്കും. പക്ഷെ കല്യാണം കഴിക്കുന്ന ഒരാളെ കല്യാണം കഴിക്കുകയുള്ളൂ. അപ്പൊ MOUവും എഗ്രിമെന്റുമായിട്ടുള്ള വ്യത്യാസമാണ് അദ്ദേഹം അത് പ്രതിപാദിച്ചത്. അപ്പൊ അതിൽ നിന്ന് MOU പിന്മാറാം. അതാണ് കാര്യങ്ങൾ ഇവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അപ്പോ ഇവര് ഇത്തരത്തില് ഇത് ഓരോ ന്യായങ്ങൾ പറഞ്ഞ ഇതിനകത്തുനിന്ന് അത് കിരൺ അവിടെ പറഞ്ഞു കഴിഞ്ഞു. SSK ഫണ്ട് കിട്ടാതെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഇത് ഒരു സഹോദരൻ പറഞ്ഞു, ദാസൻ എന്ന് പറയുന്ന ചേട്ടൻ പറയുന്നത് കിട്ടുന്നത് മേടിച്ച് എന്തോ ഒരു ഫെഡറൽ സംവിധാനമല്ലേ? അങ്ങനെ യാചിച്ച് കിട്ടേണ്ടതാണോ നമുക്ക് കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന ഫണ്ടിന്റെ ഒരു വിഹിതമല്ലേ? ടാക്സ് ഇനത്തിലെ കൊണ്ടുപോകുന്ന ഒരു വിഹിതമല്ലേ വിദ്യാഭ്യാസത്തിനായാലും ആരോഗ്യത്തിനായാലും മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾക്കായാലും ഇങ്ങോട്ട് തരുന്നത്? വേറെ അങ്ങൊന്നുമല്ലല്ലോ. അതിനൊരു നിശ്ചിത അനുപാതം ഇല്ലേ? ബാക്കിയുള്ള സംസ്ഥാനത്തിന് കൊടുക്കുന്ന ജനസംഖ്യാനുപാതത്തിലൊക്കെ കിട്ടുന്നുണ്ടോ കേരളത്തിന്? അപ്പൊ മിണ്ടാതിരുന്ന് എല്ലാം കേട്ട് അപ്പൊ കേരളത്തിനൊന്നും പറയണ്ടേ? കേരളത്തിന്റെ നമ്മൾ ഇന്ന് വരെ ജീവിച്ചു വന്ന ജീവിത രീതി നിലനിർത്തണ്ടേ? അപ്പോ അവര് പറയുന്നതെല്ലാം കേന്ദ്രം എഴുതി വെക്കുന്നതെല്ലാം അപ്പടി അങ്ങ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിനും അതിൻ്റെതായിട്ടുള്ള നിർദ്ദേശങ്ങൾ പറയാനുണ്ട്. അപ്പൊ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് പറയും. ചിലപ്പോൾ ചില SSK ഫണ്ട് കിട്ടാതെ വന്നപ്പോൾ അത് SSK ഫണ്ട് കിട്ടണമെങ്കിൽ ഇത് ഒപ്പിടണമെന്ന് പറഞ്ഞ ഒരു അവസ്ഥയിൽ കിരൺ പറഞ്ഞു കഴിഞ്ഞു. ഒപ്പിട്ട് തെറ്റായി പോയി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അത് അതിനകത്തുനിന്ന് അത് നിർജ്ജീവമാക്കണമെന്നുള്ള കത്ത് കൊടുത്തു. അപ്പോ ഇങ്ങനെ പഞ്ചപുച്ഛമടക്കി നിന്ന് കേൾക്കേണ്ട കാര്യമാണോ കേരളത്തിനുള്ളത്, കേരളത്തിന്റെ ജനതയ്ക്കുള്ളത്? അത് ആദ്യം ഇത്തരത്തിൽ പറയുന്നവർ ആദ്യം ഒന്ന് ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ ശ്രീ ഷാജി ചെയ്യേണ്ടിയിരുന്നത് കഴിഞ്ഞ സർക്കാരായാലും ഈ പ്രതിപക്ഷവുമായി ആലോചിച്ച് രണ്ടുപേരും കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയത്തെ എതിർക്കുന്നവരാണല്ലോ, ഒരു യോജിച്ച് ഇത്തരം ഒരു വിഷയം വരുന്നു, നമ്മൾ എന്ത് തീരുമാനമെടുക്കണം എന്നാലോചിച്ച് യോജിച്ചൊരു തീരുമാനം എടുക്കുകയായിരുന്നില്ലേ കഴിഞ്ഞ സർക്കാരും വേണ്ടത്? കഴിഞ്ഞ സർക്കാരും രഹസ്യമായി പോയി സ്വന്തം മുന്നണിയിൽ പോലും ചർച്ച ചെയ്യാതെ രഹസ്യമായി പോയി ഒപ്പിടുകയായിരുന്നില്ലേ? അല്ല, യോജിച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ കാലങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ഇത് പറയാം. അതിനൊന്നും ഈ അന്നത്തെ പ്രതിപക്ഷം ഒന്നും സാധ്യമായ ഒരു മേഖലയിലായിരുന്നില്ലല്ലോ. അവര് വളരെ വൈകാരികമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തത് സ്വന്തം മുന്നണിയിലെ പാർട്ടിയെ പോലും അറിയാതെ രഹസ്യമായി ഒപ്പിട്ടതല്ലേ, അല്ലാതെ അതൊരു പരസ്യമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഒപ്പിട്ടൊന്നും അല്ലല്ലോ. അതെ. അപ്പൊ ഇത് പല അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഇത് നമ്മുടെ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്ക് പല പ്രകൃതിക്ഷോഭങ്ങൾക്കും സഹായങ്ങൾ കൊടുത്തപ്പോ നമുക്ക് എന്ത് തന്നു? നമ്മളെല്ലാം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം കേട്ടോണ്ടിരിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കണ്ടോണ്ടിരിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊക്കെ അത് മതിയോ കേരളത്തിന്? ആനന്ദാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ആനന്ദ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാർ, അതായത് എനിക്ക് പറയാനുള്ളത്, നമ്മള് PM3 എന്ന് പറയുന്ന പദ്ധതി നല്ല പദ്ധതിയാണ്. അതായത് സാധാരണ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവർക്ക് മികച്ച വിദ്യാഭ്യാസം കൊണ്ടുവരാൻ പറ്റുന്ന പദ്ധതിയാണ്. ഇപ്പം നമ്മൾ ചോദിക്കും പ്രതിപക്ഷം എന്താ, കോൺഗ്രസ് എന്താ പ്രതിപക്ഷത്തിൽ ഇരുന്ന സമയത്ത് അവരെ തള്ളി പറഞ്ഞത്, എന്നിട്ട് നമ്മള് അവര് അധികാരത്തിൽ വന്നപ്പോൾ പ്ലേറ്റ് മാറ്റി, എന്താ അങ്ങനെ എന്ന് ചോദിക്കും. പക്ഷെ നമ്മളിപ്പോ ഒരു ഫുട്ബോൾ മാച്ച് സ്റ്റേഡിയത്തിൽ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് എന്ത് കമന്ററിയും പറയാം. പക്ഷെ അവിടെ ഇറങ്ങി കളിക്കുവാണെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഇതാണ് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ഈ പദ്ധതിയിൽ അമ്മക്ക് എന്താണോ കിട്ടാനുള്ളത് അത് അവരോട് ചോദിച്ച് വാങ്ങിക്കുക. ഇപ്പൊ GST ഉണ്ടല്ലോ, കേന്ദ്രത്തിന് നമ്മൾ GST അടയ്ക്കുകയാണെങ്കിൽ ഇത്ര ശതമാനം, കേരളത്തിൽ ഇത്ര ശതമാനം ടാക്സ് ആണിത്. ഇത് നമുക്ക് കേന്ദ്രത്തിന് നിന്നും നമുക്ക് റീഫണ്ട് ചെയ്ത് കേരളത്തിൽ വരും.
അപ്പൊ നമ്മൾ ആ ടാക്സ് നമ്മൾ കണക്ക് സഹിതം കാണിക്കണം. അപ്പൊ കേന്ദ്രം കേരളത്തിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കണക്ക് കാണിക്കൂ എന്ന് പറയുമ്പോൾ കണക്കില്ല. വ്യക്തമായിട്ട് കണക്ക് പല സ്ഥലങ്ങളിലും കാണിക്കുന്നില്ല. പലയിടത്തും കണക്ക് മുക്കുന്നുണ്ട്. പച്ചയ്ക്ക് ഞാൻ പറയാം സാർ, ഇത് മുക്കുന്നുണ്ട്. ഈ കണക്ക് നമ്മൾ കൃത്യമായിട്ട് കാണിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട വിഹിതം നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. പിന്നെ ആരെ ഔദാര്യമല്ല, ജനങ്ങൾക്ക് വെറുതെ കൊടുക്കുന്ന, ജനങ്ങളെ കൊടുക്കുന്ന ടാക്സിന്റെ തിരിച്ചിവര് അവർക്ക് കൊടുക്കുവാണ്. അപ്പൊ സാധാരണക്കാരന്റെ മക്കൾക്ക് ഉന്നതിയിലേക്ക് വരണം. അത് വിദ്യാഭ്യാസത്തിലൂടെ വേണം അവർക്ക് മുന്നോട്ട് വരാൻ. അപ്പൊ ആ പദ്ധതി നല്ല പദ്ധതിയാണ്. നമ്മളൊരു ബോർഡ് വെക്കുന്നതുകൊണ്ട് അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റ് പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുകൊണ്ട് ശ്രീ രാജനാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ രാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഭരണപക്ഷം എന്തുകൊണ്ടെന്നാലും എതിർക്കുക എന്നുള്ളൊരു ശൈലിയാണോ പ്രതിപക്ഷം സ്വീകരിക്കുന്നത്? എന്നിട്ട് വീണ്ടും അവർ ഭരണപക്ഷത്ത് വരുമ്പോൾ അതെല്ലാം വിഴുങ്ങി വീണ്ടും അത് തന്നെ നടപ്പാക്കുക എന്നുള്ളതാണോ ഇതിൽ കാണുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. ഇപ്പൊ ഇതിലിപ്പോ പറയാനുള്ളത്, ഇപ്പൊ അന്ന് LDF ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് എല്ലാത്തിനെയും പുച്ഛിച്ച് തള്ളി പറയുന്ന പോലെ VD സതീശൻ ഇന്ന് ഇതൊക്കെ തിരുത്തി അതിന്റെ പിന്നാലെ ഓടി നടക്കുന്ന ഒരവസ്ഥ. ഇതിലിപ്പോ എന്താ വെച്ചാല് സതീശനെ എതിർക്കാൻ കോൺഗ്രസിൽ ഇത്തിരി മിടുക്കന്മാരുള്ളത് കൊണ്ടാണ് ഇത് നടപ്പിലാവാത്തത്. അതൊരു നഗ്ന സത്യമാണ്. ഈ പറയുന്ന പോലെ വായിൽ തോന്നി കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെയാണ് സതീശന്റെ അവസ്ഥ. ഞാൻ നയിക്കും, ഞാൻ എന്താണ് പറയുന്നത് അത് നടപ്പിലാക്കും എന്നൊരു കാഴ്ചപ്പാടൊക്കെ ഇറങ്ങുമ്പോഴേക്കും ഉണ്ടായിരുന്നെങ്കിലും ഇതിലൊക്കെ അടി തെറ്റുന്നുണ്ട് സതീശന്. ഞാൻ പറയുന്നത് ഇപ്പൊ സതീശൻ നല്ല ഭരണം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുവരട്ടെ. കേരളീയർ എന്താണ് മുന്നോട്ട് വരിക, കേരള ജനങ്ങൾക്ക് എന്താണ് നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുക എന്നാണ് സതീശൻ ആദ്യം പഠിക്കേണ്ടത്. അല്ലാണ്ട് LDF ഭരിക്കുന്ന സമയത്ത് തള്ളി പറഞ്ഞിട്ടും അല്ലെങ്കിൽ ആ ടണൽ പ്രോജക്ടിന്റെ കാര്യം നോക്കൂ, എന്താ പറഞ്ഞേ, അതൊക്കെ ഞങ്ങൾ തടക്കും. ഇപ്പൊ എന്താ പറയുന്നത്? അപ്പോ സതീശിന്റെ വാക്കിന് ഒരു വിലയില്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യുമ്പോ അതിന് വൃത്തിയായി ഭംഗിയായി പരിശോധിച്ച് അത് ഈ പറയുന്ന എന്താ പറയുക ടീം UDF ചർച്ച ചെയ്ത് അതെങ്ങനെ നടത്തണം, അതെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു പഠനം നടത്തണം. അല്ലാണ്ട് പണ്ടാരോ പറഞ്ഞ വായിൽ തോന്നി ഇത് കോതയ്ക്ക് പാട്ടെന്നല്ല ചെയ്യേണ്ടത്. അതാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇതിൽ ഇത്രേ പറയുള്ളൂ. സതീശിന്റെ വാക്ക് കോൺഗ്രസ്സുകാർ ശ്രീ രാജൻ. ശ്രീ ബിനോയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ബിനോയ്, താങ്കളുടെ പാർട്ടി പ്രതിപക്ഷത്തായിരുന്നപ്പോൾ അതിശക്തമായി എതിർത്താണ് CPM BJP ഡീൽ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ ആ ഡീലിനെ പച്ചയ്ക്ക് നിന്ന് ന്യായീകരിച്ച് മെഴുകുകയാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കം. നമസ്കാരം കിരണേ. ഒരിക്കലും അങ്ങനെ പച്ചയ്ക്ക് ന്യായീകരിച്ചതല്ല. അന്നും ഞങ്ങൾ പറഞ്ഞു ഇത് നോക്കിയും കണ്ടും ഒപ്പിടണമെന്ന് ആണ് ഞങ്ങളുടെ അന്നത്തെയും തീരുമാനം, ഇന്നത്തെയും തീരുമാനം. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷം എതിർക്കുന്നതിനോട് ബുദ്ധിമുട്ടുണ്ട്. കാരണം പ്രതിപക്ഷം അന്ന് ഈ കഴിഞ്ഞ പ്രാവശ്യം MOU സൈൻ ചെയ്ത് ഏത് മാസമാണെന്ന് എനിക്ക് ഓർമ്മ, ഒക്ടോബറിൽ ചെയ്ത് അത് ഡിസംബറിൽ അത് പിൻവലിക്കുകയും ചെയ്തു CPIയുടെ ഇതോടെ. എന്തായാലും പ്രതിപക്ഷം ഒപ്പിട്ട് MOU എല്ലാം വായിച്ച് കേട്ടതിന് ശേഷം ഒപ്പിട്ടിട്ട് പിന്നെ ഇപ്പൊ അവർ വന്ന് പറയുന്നു അത് നടപ്പാക്കാൻ പറ്റത്തില്ല, ഇത് നടപ്പാക്കാൻ പറ്റത്തില്ല. പക്ഷെ 1158 കോടി രൂപ നമ്മളുടെ കേരളത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ മേഖലയിലേക്ക് കിട്ടുമ്പോൾ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ പാഠ്യപദ്ധതിയില്ല സ്വയംഭരണ അവകാശം നിർത്തിക്കൊണ്ട് നമുക്ക് ഒരു ചർച്ചയിലൂടി അതിനകത്ത് എന്തെങ്കിലും കേന്ദ്രം നമ്മളുടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്തതായ കാര്യമുണ്ടെങ്കിൽ നമുക്കൊരു സ്വയംഭരണ അവകാശമുണ്ട് വിദ്യാഭ്യാസത്തിൽ, നമ്മളെ പാഠ്യപുസ്തകത്തിൽ. അതൊന്നല്ല നമ്മുടെ വിഷയം, വളരെ സിമ്പിളാണ്. നേരത്തെ തന്നെ ഇരുപക്ഷത്തിനും കൃത്യമായി പഠിക്കുക നിലപാടുണ്ടായും ചെയ്തിരുന്നു PM ശ്രീ UDF സർക്കാർ വന്നാൽ കീറി അറബിക്കടൽ കരളയിൽ വന്ന് ലീഗിന്റെ നേതാവ് KM ഷാജി തന്നെയാണ് പറഞ്ഞത്. VD സതീശനടക്കമുള്ളവർ ആ നിലപാടിനെതിരെ ശക്തമായി രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു. BJP CPM ഡീൽ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്ത് ഡീലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ പദ്ധതിയെ ന്യായീകരിച്ച് നിൽക്കുന്നത്? ഈ പണം കിട്ടാനാണെങ്കിൽ കഴിഞ്ഞ സർക്കാർ ഇത് തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് അവരുടെ പാഠ്യപദ്ധതിയോടും മറ്റതിനോടൊന്നും ഒരു യോജിപ്പില്ല, നടപ്പാക്കാനല്ലേ ഞങ്ങൾ ഒപ്പിട്ടിരിക്കുന്നത്, പണം കിട്ടാനാണ്. ഇപ്പോൾ ഇവരും പറയുന്നത് അത് തന്നെയാണ്, പണം കിട്ടാനാണ്. നിങ്ങൾ പിന്നെ എന്താണ് വ്യത്യാസം നിങ്ങൾ വരും തമ്മിൽ? കിരണെ, ആ പദ്ധതിയുമായിട്ടൊരു വ്യത്യാസമുണ്ട്. അതെന്താ പറയാ? ഇപ്പൊ നമ്മളെ UDF സർക്കാർ ഇപ്പൊ ഒരു പ്രത്യേക ഒരു കമ്മിറ്റിയെ വെച്ചിരിക്കുകയാണ്. ഈ കമ്മിറ്റി ഇപ്പോഴാണോ? കഴിഞ്ഞ ഇത് എത്രയോ കാലമായി, 5-6 മാസം മുമ്പ് വന്ന വിവാദമല്ലേ? അന്ന് UDF ഇതെല്ലാം പഠിച്ചതല്ലേ? അപ്പോൾ ആ UDF അറിയില്ല ഇതിന് എങ്ങനെ വേണമെന്ന്. അല്ലാതെ ഇനിയൊരു കമ്മിറ്റിയെ വെച്ച് ഇന്ന് മന്ത്രി പറഞ്ഞ എന്താ, നിയമസഭയിലടക്കം പണം കിട്ടണമെങ്കിൽ ഇത് ഒപ്പിടല്ല, നിർബന്ധിതരായതാണ്, കഴിഞ്ഞ സർക്കാർ നിർബന്ധിതമായതാണ് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അന്ന് എതിർത്ത തെറ്റായി പോയി എന്നെങ്കിലും തുറന്നു പറയാനെങ്കിലും തയ്യാറാവണ്ടേ? അല്ല കിരണ, അങ്ങനല്ല കിരണ. പിന്നെ എങ്ങനെയാണ്? അന്ന് ഒരു ആലോചന ഞാൻ പറയട്ടെ, പറയാനനുവദിക്കും.
പറഞ്ഞു. ഒരു ആലോചനയും കൂടാതെ സ്വന്തം മുന്നണിയിലുള്ള CPI പോലും അറിയിക്കാതെ അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ചെയ്തിട്ടായിരുന്നു പറയും. അല്ല, ഞാൻ പറയട്ടെ, CPM അത് ഒപ്പിട്ട് ഒളിച്ചു വെച്ച് ഒപ്പിട്ട് CPI പോലും മന്ത്രിസഭയിൽ അറിയിക്കാതെ ഒപ്പിട്ടപ്പോ ഇപ്പൊ ഞങ്ങൾ ചെയ്തെന്തുവാ, ഒരു മന്ത്രിസഭാ ഉപസമിതിയെ ഇത് പഠിക്കാൻ പറയട്ടെ, ഇത് പഠിക്കാൻ വേണ്ടി വെച്ചുണ്ട്. ബിനോയ്, അത് തന്നെയാണ് എന്റെ ചോദ്യം. ഈ വിഷയം പുതിയതായി ഉണ്ടായതല്ലല്ലോ. ഈ വിഷയം നേരത്തെ ഉണ്ടായപ്പോൾ തന്നെ UDF പഠിച്ചിട്ടല്ലേ ഒരു നിലപാട് പറഞ്ഞത്? UDF പഠിക്കാതായിരുന്നു ആ നിലപാട് പറഞ്ഞത്. അല്ല, ഞങ്ങൾ ഇതിനകത്ത് പ്രത്യേക ഒരു കാര്യം പറയുന്നത്, പാഠ്യപദ്ധതിയുടെ സ്വയംഭരണ അവകാശം അല്ല, പാഠ്യപദ്ധതി കേന്ദ്രം പറയുന്ന പാഠ്യപദ്ധതി ഇവിടെ പറ്റില്ലെന്ന് കഴിഞ്ഞ സർക്കാരും പറഞ്ഞു, ഈ സർക്കാരും പറയുന്നു. അതിലൊന്നും യാതൊരു സംശയമില്ല. എങ്കിൽ പിന്നെ കഴിഞ്ഞ സർക്കാരിനെ എതിർത്തത് ശരിയായില്ല എന്ന് പറയണ്ടേ? അത് ഡീലാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ആ ഡീൽ ആരോടെങ്കിലും പിൻവലിക്കണ്ടേ? കിരണെ, അതിനെ എതിർത്തത് ശരിയല്ലെന്ന് തന്നെ അന്നത്തെ നയമല്ലതാണ്ട് ഇപ്പൊ ഇതിനകത്ത് ഞങ്ങൾ പറയാൻ പോകുന്നത്. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ് അന്ന് CPM-ഉമായിട്ട് ഉണ്ടാക്കിയ ഡീലല്ല, ആ ഡീലിൽ മാറ്റം വരുന്നു. നമ്മൾക്ക് സ്വയംഭരണാവകാശം നിർത്തിക്കൊണ്ട്, അതായത് ആ ഡീലില് താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകനാ, അന്നത്തെയും ഇന്നത്തെയും MOU എടുത്ത് വായിച്ചു നോക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്ന എഗ്രിമെന്റ് വായിച്ചു നോക്ക്. ബിനോയ്, അങ്ങനെ പ്രത്യേകിച്ച് പുതിയ എഗ്രിമെന്റ് ഒന്നുമില്ല. ഒറ്റ എഗ്രിമെന്റിലാണ് ഒപ്പിട്ടിരിക്കുന്നത്. ആ എഗ്രിമെന്റിൽ നിന്ന് കേരളം പിൻവാങ്ങാൻ കത്ത് കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് അത് പിൻവാങ്ങിയിട്ടില്ല. ഇപ്പോൾ ഈ സർക്കാർ ഇതുവരെ പറയുന്നത് ഞങ്ങളും അത് നടപ്പാക്കേണ്ട നിർബന്ധിതമാകുന്ന സാഹചര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, അന്ന് എതിർത്തത് ശരിയായില്ല എന്നെങ്കിലും പറയണ്ടേ? കിരണ, ഞാനൊന്ന് പറയട്ടെ കിരണേ. എന്താ പറയുന്നത്? പറഞ്ഞു പൂർത്തീകരിച്ചിട്ട്. കിരണേ, അന്നൊരു പഠനം നടത്തില്ല. ഇപ്പൊ ഒരു മന്ത്രിസഭാ ഉപസമിതിയെ വെച്ച് ഇതെന്താണെന്ന് കൃത്യമായി പഠിച്ചിട്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ സ്വയംഭരണ അവകാശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ധാരണയായിട്ട് മുന്നോട്ട് പോകാമെങ്കിൽ മാത്രമേ. ഈ ബിനോയ്, ഇതേ ചോദ്യമല്ലേ ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്? അതുകൊണ്ടല്ലേ ഇടയ്ക്ക് ഇടപെടേണ്ടി വരുന്നത്. നിങ്ങൾ അന്ന് പഠിക്കാതെയാണോ ഇതിനെ എതിർത്തത്? കേട്ടില്ല. അന്ന് അവർ ഒപ്പിട്ടിട്ടല്ലേ ഇത്? അല്ല, ഒപ്പിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞല്ലോ. അഭിപ്രായം പറഞ്ഞപ്പോൾ നിങ്ങൾ പഠിക്കാതെയാണോ അഭിപ്രായം പറഞ്ഞത്? ഒപ്പിട്ട് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞല്ലോ, അതിനകത്ത് അന്നത്തെ ഇന്നത്തെയും എഗ്രിമെന്റുകളും ഒറ്റ എഗ്രിമെന്റേ ഉള്ളൂ ശ്രീ ബിനോയ്. ശരി ബിനോയ്, ഇനി താങ്കൾ എത്ര ന്യായീകരിച്ചാലും എഗ്രിമെന്റ് ഒക്കെ ഒന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ എഗ്രിമെന്റിലൊന്നും മാറ്റി ഒപ്പിട്ടിട്ടൊന്നുമില്ല. അല്ല കിരണ്, ഞാൻ ഇപ്പം UDF ഗവൺമെന്റ് ഉപസമിതി പറയുന്ന ഒരുപാട് നോംസുകളുണ്ട്. ശരി ബിനോയ്, ആ നോംസ് അനുസരിച്ചൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോഴെന്തിനാണ് ഉപസമിതി? അന്ന് പഠിക്കാതാണ് അഭിപ്രായം പറഞ്ഞെന്നുള്ള എന്റെ ചോദ്യത്തിന് ഇപ്പോഴും ബിനോയ്ക്ക് മറുപടിയില്ല. അന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അവർ MOU ഒന്നും കാണിച്ചിട്ടില്ല, CPI കാണിച്ചില്ല. ശരി ബിനോയ്, താങ്കളുടെ അഭിപ്രായം താങ്കൾ ഇനിയും കൂടുതൽ ന്യായീകരിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒന്ന് പറയുക, ഭരണപക്ഷത്താവുമ്പോൾ മറ്റൊന്ന് ചെയ്യുക. കിരൺ സാർ, കേന്ദ്രത്തിന്റെ ഫണ്ടുകൾ സ്റ്റേറ്റുകൾക്ക് അവകാശപ്പെട്ടതാണ് സാർ. അതോടൊപ്പം പദ്ധതിയിലെ തുക വാങ്ങട്ടെ സാർ. അതായത് നമ്മളെ ഇപ്പോഴത്തെ സാഹചര്യത്തില് കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് ആ ഫണ്ട് ആവശ്യമാണ് സാർ. അത് മുമ്പ് ഈ വിഷയം സംസാരിച്ചപ്പോഴും ആ ഗവൺമെന്റ് വാങ്ങട്ടെ എന്ന് പറഞ്ഞ ആളാണ് സാർ ഞാൻ. അന്ന് ഞാൻ ഇതേ സ്റ്റാൻഡ് തന്നെയാണ് പറഞ്ഞിരുന്നത്. അതായത് കേന്ദ്രത്തിന്റെ ഫണ്ട് വാങ്ങി നമ്മളുടെ കുട്ടികൾക്ക് പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിന് ചില നിബന്ധനകൾ ഉണ്ടാവും, ശരിയാണ്. അന്ന് ഞാൻ പറഞ്ഞു, ഇന്നും പറഞ്ഞു, കേന്ദ്ര ഫണ്ട് വാങ്ങണമെന്ന് തന്നെയാണ് സാർ എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം കേന്ദ്ര ഫണ്ട് വാങ്ങണമെന്ന് തന്നെയാണ്. അത്തരം അഭിപ്രായമുള്ള ആളുകളുമുണ്ട്. നമുക്ക് അടുത്തത് തങ്കപ്പനാണ്, കോട്ടയത്ത് നിന്ന്. ശ്രീ തങ്കപ്പൻ, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വേഗത്തിൽ ചില യൂട്യൂബ് കമന്റുകൾ. ഷിജു കിരിയത്ത് പറയുന്നു, നോ യു ടേൺ ബട്ട് ഇറ്റ്സ് എ W ടേൺ വിത്ത് ടു മച്ച് ട്വിസ്റ്റ് ആൻഡ് കർവ്സ്. നോബഡി ക്യാൻ ടേക്ക് ഫേം ഡിസിഷൻ ബിക്കോസ് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് സംഘപരിവാർ എന്നാണ് ഷിജു കിരിയത്ത് പറയുന്നത്. നമസ്കാരമൊക്കെ കുറേ ആളുകൾ പറഞ്ഞിരിക്കുന്നു. പ്രമോദ് നാണു, സുനിൽകുമാർ, കൃഷ്ണൻകുട്ടിയൊക്കെ. ഡോക്ടർ MB മണി പറയുന്നു, ക്ലാസ് മുറിയിലും മൊബൈലിലും പാഠപുസ്തകങ്ങളിലും മാത്രം കുട്ടികളുടെ വിദ്യാഭ്യാസം തളച്ചിടരുത്, സമൂഹത്തിൽ മാന്യം. ഇതുമായിട്ട് എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ബാബു രാജൻ കാഞ്ഞിരപ്പുഴ പറയുന്നു, ഒരു അജണ്ട സൃഷ്ടിക്കുകയും അജണ്ടയ്ക്കനുസരിച്ച് കേരളം മുന്നോട്ട് പോകണമെന്ന് വാശി പിടിക്കുകയും ഒരു പ്രത്യേക വികസന വിരുദ്ധർ എല്ലാ കാലത്തും കേരളത്തിൻ്റെ പ്രതിപക്ഷത്തുണ്ടാവുമെന്ന് പറയുന്നു. നന്ദകുമാർ P പറയുന്നു, നാടോടുമ്പോൾ നടുവേ ഓടണം, ഇല്ലെങ്കിൽ നമ്മൾ സൈഡിലായിപ്പോവും, രാഷ്ട്രീയം മറന്ന് വിദ്യാർത്ഥികളുടെ ഭാവിയെപ്പറ്റി ചിന്തിച്ചുകൂടാ എന്ന് പറയുന്നു. സുനിൽകുമാർ പറയുന്നു, കുട്ടനാടിലെ മൂലം വള്ളം കളിക്ക് അത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഒരു ഒപ്പിട്ടു എന്ന് വെച്ച് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയൊന്നുമില്ലല്ലോ, മറിച്ച് 10 പൈസ വാങ്ങി നമ്മുടെ കുട്ടികൾക്ക് പഠന സൗകര്യം മെച്ചപ്പെടുന്നത് നല്ലതല്ലേ എന്ന് രവികിരൺ
ചോദിക്കുന്നു. രവികിരൺ, അങ്ങനെ ഒപ്പിടുക എന്ന് പറഞ്ഞാൽ ഏത് പദ്ധതിയിലും ഒപ്പിടുക എന്ന് പറയുന്നത് അങ്ങനെ പൈസ കിട്ടുമെന്ന് പറഞ്ഞ് ഒപ്പിടുവാൻ ഒന്നും കഴിയില്ല. അത്തരം കേരളത്തിനെതിരായ വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ, കേരളത്തിലെ വിദ്യാഭ്യാസം തകർക്കുന്ന വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ അത് ഒപ്പിടാതിരിക്കുകയും വേണം. അതൊക്കെ ഓരോ സർക്കാരുകൾ തീരുമാനിക്കേണ്ടതാണ്. അല്ലാതെ പൈസ കിട്ടുമെന്ന് കരുതി എന്തിലും ഒപ്പിടാമല്ലോ, അത് മേടിച്ച് നമുക്കത് ഉപയോഗിച്ചുകൂടെ, അല്ലെ പൈസ കിട്ടുമെങ്കിൽ എന്ത് വൃത്തിയോടും കാണിക്കാമല്ലോ എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു ചോദ്യം മാത്രമാണത്. അതിനെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. വേണോ വേണ്ട എന്നൊക്കെ ഒരു സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണ്. ശിവൻകുട്ടി CR, വെറുതെ കിട്ടിയാൽ ആസിഡും കുടിക്കും, ഇവിടെ ഭരണമില്ല, പകരം വീട്ടൽ മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് പറയുന്നു. സുൽകുമാർ പറയുന്നു, തൃശ്ശൂർ ബിഷപ്പ് ഹൗസിന് മുന്നിലെ മാലാഖമാരുടെ ഇന്നത്തെ സമരം ഇവിടുത്തെ ചാനലുകൾ അറിയുന്നില്ല, ഒരു ചാനൽ ഒഴികെ ഇതാണോ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറയുന്നു. കേരളത്തിലെ നഴ്സുമാർ സമരം ചെയ്തതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നമ്മൾ എത്രയോ തവണ വാർത്തകൾ നൽകിയിട്ടുണ്ട്, വാർത്താ പരമ്പര തന്നെ നൽകിയിട്ടുണ്ട്. എന്തായാലും ന്യൂസ് 18 കേരളത്തിലെ ഒട്ടുമിക്ക ചാനലുകളും നൽകിയിട്ടുണ്ട്. അങ്ങനെ ചാനലുകളിൽ ഏതെങ്കിലും ഒരു ദിവസം പർട്ടിക്കുലർ സമരം, എല്ലായിടത്തും നടക്കുന്ന എല്ലാ സമരവും എല്ലാ ദിവസവും എല്ലാ ചാനലുകളും അറിയണം എന്നില്ല. അറിഞ്ഞാലും എല്ലാ ദിവസവും ചിലപ്പോൾ കൊടുക്കാൻ സൗകര്യം ഉണ്ടാവണം എന്നില്ല. അവിടെ റിപ്പോർട്ടർ വേണം, അവിടെ ക്യാമറ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വേണം. അല്ലാതെ കേരളത്തിലെ നഴ്സുമാരുടെ സമരമൊന്നും കേരളത്തിലെ ചാനലുകളോ പത്രങ്ങളോ ഒന്നും അവഗണിച്ചിട്ടൊന്നുമില്ല. എപ്പോഴും അവർക്ക് വേണ്ടി നിലപാട് ശക്തമായി. എന്തായാലും ന്യൂസ് 18 അത്തരം വാർത്തകളെല്ലാം നൽകിയിട്ടുണ്ട്. ഇനിയായാലും വാർത്തകൾ കൊടുക്കും എന്ന് കരുതി ഇടയ്ക്ക് ഒരു സമരമൊക്കെ വിട്ടുപോകുമെന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒന്നാണ്. അല്ലാതെ ഏതെങ്കിലും ആളുകൾ മനഃപൂർവ്വമായി നഴ്സുമാർക്കെതിരായ നിലപാടൊന്നും കേരളത്തിൽ ആർക്കെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. അവർക്ക് അനുകൂല നിലപാടുമാണുള്ളത്. മുൻ സർക്കാർ ഒപ്പിട്ടു എന്ന് വെച്ച് സർക്കാരിന് നടപ്പാക്കണം വേണ്ടയോ എന്ന് തീരുമാനിക്കുക, അല്ലാതെ നടപ്പാക്കിയേ പറ്റൂ എന്നൊരു നിയമമില്ലെന്നാണ് VC തോമസ് പറയുന്നത്. അടുത്തത് ഹജാസ് ഷെരീഫ്, അത് മംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്, അത് ഇത്തിരി പ്രയാസമാണ് വായിക്കാൻ. പിന്നീട് നമസ്കാരമൊക്കെയാണ് പറയുന്നത്. ദ ഡിനയൽ ഓഫ് ഫണ്ട്സ് ബൈ ദ യൂണിയൻ ഗവൺമെൻറ് notwithstanding, Kerala has improved its performance by a grade in the Union Ministry of Education's performance grading index 2.0 for states 24-25 എന്നൊക്കെ എഴുതിയിരിക്കുന്നു. കേരളത്തിൻ്റെ ഇൻഡെക്സ് കൂട്ടിയതും ഈ കരാറുമായിട്ട് എന്താണ് ബന്ധം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കരാറുമായിട്ട് നേരിട്ട് എന്താണ് ബന്ധം എന്നല്ലേ AK കൃഷ്ണൻകുട്ടിയുടേതാണ് വാചകം. രാഷ്ട്രീയത്തിൽ 80% ആളുകളും ഒരു ഉളുപ്പുമില്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ സുനിൽകുമാർ പറയുന്നു. ജയകുമാർ പറയുന്നു, കേരളം ഇന്ത്യ ഭരിക്കുമെന്ന് അയാളുടെ നേതാവ് പണ്ട് പറഞ്ഞിട്ടുണ്ട് മുരളി എന്നൊക്കെ പറയുന്നത് വേറെ ആർക്കോ ഉള്ള മറുപടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കരിക്കുലത്തിലും സ്കൂൾ സെലക്ഷനും സ്റ്റേറ്റിന് തന്നെ തീരുമാനം എടുക്കാമെന്ന് നന്ദകുമാർ ചൂണ്ടിക്കാണിക്കുന്നു. ശശിധരൻ പിള്ള പറയുന്നു, ഹലോ സുനിൽ, ജയകുമാർ, മുരളി, മണിമല, എല്ലാവർക്കും നമസ്കാരം. അതൊക്കെ പോട്ടെ, നമസ്കാരമൊക്കെ പോട്ടെ. എന്തായാലും ഫോർ ദി പീപ്പിൾ പറയുന്നു, കേരളത്തിന് അവകാശപ്പെട്ട ഫണ്ടാണിത്, മറ്റു സംസ്ഥാനങ്ങൾക്കില്ലാത്ത എന്ത് തൊട്ടുകൂടായ്മയാണ് കേന്ദ്ര ഫണ്ട് കിട്ടുന്നതിൽ കേരളത്തിനുള്ളത് എന്ന് ചോദിക്കുന്നു. കേരളം മാത്രമല്ല തമിഴ്നാടും ബംഗാളും ഒക്കെ ഇതിനെതിരായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി അദ്ദേഹത്തെ അറിയിക്കുകയാണ്. ശ്രീ തങ്കപ്പനാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ തങ്കപ്പൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം. നമസ്കാരം. ഈ LDF ആണെങ്കിലും UDF ആണെങ്കിലും ഈ BMC പദ്ധതി നടപ്പിലാക്കണമെന്ന അഭിപ്രായക്കാരനാണ്. കാരണം അവര് പറഞ്ഞത് നമുക്കറിയാമല്ലോ, ഓരോ മേഖലകളുണ്ടായിരുന്നു. ഈ ഓരോ നിയമങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം സർക്കാരിന്റെ നിയമങ്ങളല്ല ഇപ്രാവശ്യം സർക്കാരിന്റെ നിയമങ്ങൾ. കാരണം വെച്ചാൽ അവര് പറയുന്ന കാരണം വെച്ചാൽ കേന്ദ്ര സർക്കാരിന്റെ ഓരോ കരാറുകളിൽ വന്നിട്ട് രൂപരേഖകൾ മാറ്റി വരുത്തിയാണ് ചെയ്യാമെന്നാണ് UDF സർക്കാർ പറയുന്നത്. അവർക്ക് രാജധാനി ഭരിച്ചപ്പോഴും കർണാടകയിൽ ഭരിച്ചുകൊണ്ടിരിക്കും BMC അവതരിപ്പിച്ചപ്പോൾ അവിടെ രൂപകൾ മാറ്റിയല്ല പറ്റും. നമുക്കൊരു കരിക്കകത്തിന്റെ നിയമം അറിയാമല്ലോ. കേന്ദ്ര സർക്കാരിന് അല്ല, കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരും മാറി കേന്ദ്ര സർക്കാരും കേരള സർക്കാരിനും ഒരുമിച്ച് ചെയ്യുന്ന നിയമങ്ങളും ഉണ്ട്. അതിനുപരിയായിട്ട് നമുക്ക് പറയുന്നത് വെച്ചാൽ അതിനകത്ത് പറയുന്ന രേഖകൾ കുലത്തൊഴിൽ പഠിപ്പിക്കണം. കുലത്തൊഴിൽ പഠിപ്പിക്കുമ്പോൾ ഒരു വർഗീയത ഉണ്ടാകുന്ന രീതിയിലേക്ക് ആ രൂപകളൊക്കെ മാറ്റുന്ന രീതിയിലായിരിക്കും ഇത് പഠിച്ചിട്ട് പറയാമെന്ന് പറയുക. ഈ കുലത്തൊഴിൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു അങ്ങനത്തെ വിഷയങ്ങളൊന്നും PMCക്കകത്ത് കുലത്തൊഴിൽ പഠിപ്പിക്കണം അങ്ങനെയൊന്നുമില്ല. സാർ വായിച്ചതാണോ മനസ്സിലാക്കിയത്? അതിൽ അങ്ങനെ ഒരു ഇന്ന തൊഴിൽ പഠിപ്പിക്കണം അത്തരം കാര്യങ്ങളൊന്നുമില്ല. അത് NEPയുടെ ഭാഗമായിട്ട് വന്ന പൊതുവിദ്യാഭ്യാസ നയത്തിനെതിരെ താങ്കൾ ഈ പറയുന്ന പോലെ വിമർശനങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് അല്ലാതെ ഇപ്പോൾ PMC നടപ്പാക്കി എന്ന് കരുതി കുലത്തൊഴിൽ പഠിപ്പിക്കണം അങ്ങനെ ഒന്നും പറയുന്നില്ല. അത് NEPക്കകത്ത് പുരോഗമനാത്മകമല്ലാത്ത പല നിലപാടുകൾ അതിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം കൂടിയാണ്. അത് ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞ അത്തരം പരിപാടികൾ ഇതിനകത്ത് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇവിടെ വർഗീയത ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞ ഈ എല്ലാത്തിനും എതിർക്കുന്നവരാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും UDF എല്ലാ സർക്കാർ. 86 ഇവിടെ പേരുകോട് വന്നപ്പോൾ പേരുകോട് വന്നപ്പോൾ അത് എതിർത്തവർ 87 വീണ്ടും രൂപരേഖകൾ മാറ്റി നടത്തിയില്ലേ ഇവിടെ ഫെസ്റ്റിവായിട്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ സർക്കാരിനും അവനവന്റെ ഔചിത്യമായ കാര്യങ്ങളിൽ സാമ്പത്തികപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. ഈ മാറുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങളെയാണ് ബാധിക്കുന്നത്. എന്നെപ്പോലുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള എന്നെപ്പോലുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ വരുമ്പോൾ ഒരു നേട്ടമായിട്ട് കരുതുന്നവരാണ്. അതിനെ എല്ലാവരും മാറ്റം വരുത്തുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് തമ്മിൽ ഒരു മത്സര ബുദ്ധിയാണ് വരുന്നത്. ഇത് നടപ്പിലാക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ.
ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, ഈ കരാറിൽ ഒപ്പിട്ട സമയത്ത് അതിനെ പച്ചയ്ക്ക് ന്യായീകരിച്ച ആളാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇപ്പോൾ UDF അന്ന് അതിനെ എതിർത്തു. ഇന്ന് UDF ശിവൻകുട്ടിയുടെ സ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ UDFിൻ്റെ സ്ഥാനത്ത് നിന്ന് ശിവൻകുട്ടി അതിനെ എതിർക്കുന്നു. നിങ്ങൾ തമ്മിൽ എന്താണ് ഇതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം, ചെറിയ വ്യത്യാസമെങ്കിലും ഉള്ളത്? നമസ്കാരം. നമസ്കാരം. UDFിനെ ശിവൻകുട്ടി എതിർക്കുന്നല്ലേ പറഞ്ഞല്ലേ? LDFിന്റെ കാര്യം അല്ലല്ലോ പറഞ്ഞത്. ശിവൻകുട്ടിയെ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചു. ശിവൻകുട്ടി അല്ലല്ല, ഒരു വ്യക്തിയും ഒരു പിന്നെ UDF ശിവൻകുട്ടി എന്ന് പറയുന്നത് LDFിന്റെ പ്രതിനിധിയായി മന്ത്രിയായ ആളും ഇപ്പോൾ LDFിന്റെ നേതാവാണല്ലോ. അപ്പോൾ അത് LDFിന്റെ നിലപാടാണല്ലോ. ഞാൻ ആ വ്യക്തിയാണ് ശക്തമായി എതിർത്ത്, അതുകൊണ്ട് ആ വ്യക്തിയുടെ പേര് പറഞ്ഞു വന്നേ ഉള്ളൂ. ആ കമ്പാരിസൺ ശരിയായില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഏതായാലും LDF ആ സംഗതി ഒപ്പിടുകയും അതൊരു വിവാദത്തിലേക്ക് പോവുകയും അത് വേണ്ടെന്ന് വെക്കുകയും ചെയ്തു. ഇത് ഒപ്പിട്ടത് 2025 ഒക്ടോബറിലാണ് ഒപ്പിട്ടത്. അതിനുശേഷമാണ് പ്രശ്നങ്ങൾ ഉണ്ടായതും 2025 നവംബർ 10 മറ്റോ അത് കേന്ദ്രത്തിന് കത്തയക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, ഇത് പിന്നെ മരവിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ശിവൻകുട്ടിയും ഉദ്യോഗസ്ഥരും കേന്ദ്രത്തിൽ പോയി, ഡൽഹിയിൽ പോയി നവംബർ 12 അവിടെ സംസാരിച്ചിട്ടാണ് തിരിച്ചു വന്നത്. അതിനുശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യത്തിലും LDF സർക്കാർ മുന്നോട്ട് പോയതുമില്ല. അതേസമയത്ത് UDFകാര് പിന്നെ LDFിനെ സർക്കാരിനെയും നിശ്ചിതമായി വിമർശിക്കുകയും അത് അറബിക്കടൽ എന്ന് പറയുകയും ചെയ്തു. അപ്പൊ അതനുസരിച്ച് ഇതൊക്കെ കേട്ടിട്ടാണല്ലോ നമ്മുടെ നാട്ടിലെ ജനം വോട്ട് ചെയ്തത്. ജനം വോട്ട് ചെയ്തത് എന്താ വെച്ചാൽ കേരളത്തില് LDFും BJP ആയിട്ട് വലിയ പിന്നെ ചക്രയും തേനും പോലെ ഇരിക്കുന്നത് പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളായിരുന്നു വന്നിരുന്നത്. അപ്പൊ അങ്ങനെയല്ല, ഞങ്ങൾ അതിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി PM3 നടപ്പാക്കില്ല, അറബിക്കടലിൽ ഒഴുക്കുമെന്നൊക്കെ പറഞ്ഞവര് ഇപ്പൊ നടപ്പാക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അവര് പറയുന്നത് ഇപ്പോ ഞങ്ങൾക്ക് കേന്ദ്രമായിട്ട് ഉടക്കാനായിട്ട് യാതൊരു താല്പര്യമില്ലെന്നാ പറയുന്നത്. അപ്പൊ ആദ്യം അവര് പറഞ്ഞതോ, അപ്പൊ ജനത്തിനെ പറഞ്ഞ് പറ്റിച്ച് എന്റെ ഒരു സംശയം ഇതാണ്, അന്ന് ഇതിനെ ന്യായീകരിച്ചു, എന്റെ നിലപാട് മാറിയെന്ന് തന്നെയാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. ഇന്നിപ്പോൾ അതേ വിദ്യാഭ്യാസ മന്ത്രി ഇതിനെ എതിർക്കുന്നു. അന്ന് എതിർത്തവർ, അന്ന് ഈ പിന്നെ ശിവൻകുട്ടിയുടെ സ്ഥാനത്ത് നിന്നുണ്ടായിരുന്ന സതീശൻ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയായി. അപ്പോൾ ശിവൻകുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് അതേ സംസാരിക്കുന്നു. ഈ ജനത്തെ സംബന്ധിച്ച് നിങ്ങൾ രണ്ടുപേരും ഭരണപക്ഷത്തും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ രണ്ട് നിലപാട് സ്വീകരിക്കുന്നതിനപ്പുറത്തേക്ക് എന്താണ് വ്യത്യാസം? ആ വ്യാഖ്യാനം ശരിയല്ല. അതെന്താണ് ശരിയല്ല? ശരിയാവൂല. എന്താന്ന് വെച്ചാല് അന്ന് LDF അത് വേണ്ടെന്ന് വെച്ചപ്പോൾ ആത്മാർത്ഥമായിട്ട് തന്നെ വേണ്ടെന്ന് വെച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റുന്നു എന്ന് ചോദിച്ചാല് അതിനുശേഷം വേണ്ടെന്ന് വെച്ചല്ലേ, അതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ആത്മാർത്ഥം കൊണ്ട് ഞങ്ങൾ തെറ്റായി പോയി എന്ന്, ഞങ്ങൾ ഒപ്പിട്ട് തെറ്റായി പോയി എന്ന് മുഖ്യമന്ത്രി ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് CPI വലിയ നിലപാട് സ്വീകരിച്ചപ്പോൾ മുന്നണി എങ്ങനെയും സംരക്ഷിക്കണം, തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, അതുകൊണ്ട് അവരെ തൽക്കാലം പിൻവാങ്ങി. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തെറ്റായി പോയെന്ന് മുഖ്യമന്ത്രി സംഭവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. വേണ്ടെന്ന് വെച്ചതിന് ശേഷം ആ പരിപാടിയായിട്ട് ഒരു ഇഞ്ച് മുന്നോട്ട് പോയില്ല. അതായത് ഇത് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ മാസം എത്രയായി? കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഇപ്പൊ ഈ ജൂൺ വരെ ആയപ്പോഴേക്ക് കുറെ മാസങ്ങൾ കടന്നുപോയി. കേന്ദ്രത്തിനും അറിയാം ഇനി ഇത് അന്ന് മരവിപ്പിച്ച് വെച്ചത് പുനരുജ്ജീവിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പുതിയൊരു സംഗതി വരണമെന്ന് കേന്ദ്രത്തിനും അറിയാമല്ലോ. ഇതുവരെയായിട്ട് മുന്നോട്ട് പോയില്ല എന്ന് പറഞ്ഞാൽ സ്കൂളുകളുടെ പേര് കൊടുത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടൊന്നും ചെയ്തിട്ടില്ല. അതോടെ ആ സംഗതി ഇല്ലാതെയായി. ഇനി അത് ഇവര് ചെയ്യുന്നത് കേന്ദ്രമായിട്ടും മോദിയായിട്ടും BJP ആയിട്ടുള്ള ഒരു മമത സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യാൻ പോകുന്നത്. അവർക്ക് കേന്ദ്രമായിട്ട് ഉടക്കാൻ ഇഷ്ടമില്ല. ഇപ്പൊ കണ്ടില്ലേ, ഗവർണർ തന്നെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിശബ്ദമായിട്ട്. രഹസ്യമായി CPI പോലും അറിയിക്കാതെ പോയി ശിവൻകുട്ടി ഒപ്പിട്ടത് ഈ BJPയുമായിട്ട് അങ്ങനെ എന്തെങ്കിലും പിണക്കാൻ കഴിയാത്ത അടുപ്പം ഉണ്ടായിട്ടാണ്? അത് 1000 പ്രാവശ്യം ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമല്ല. അത് പിന്നെ അതേ ആരോപണം തന്നെയല്ലേ ഇവർക്കെതിരെ നിങ്ങൾ ഉന്നയിക്കുന്നത്? അതുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകുന്നില്ല എന്ന് UDF ഉറപ്പ് കൊടുത്തിട്ട് UDF ചെയ്യുന്നതാണ് ഈ പറഞ്ഞ പോലെ ചതിവ്. അങ്ങനെ UDF ചെയ്തതും അന്ന് UDF ചെയ്തതും ഇപ്പോൾ അന്ന് LDF ചെയ്തതും ഇന്നിപ്പോൾ UDF ചെയ്യുന്നതും ജനത്തെ സംബന്ധിച്ച് ഒരുപോലെയാണ്. LDF ഒരു ചതിയും കാണിച്ചില്ല, PM3 ഒരു പൈസയും വാങ്ങിച്ചിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആരും പൈസ വാങ്ങിച്ചിട്ടില്ല. PM3യുടെ പേരിൽ SSKക്കാണ് ഫണ്ട് കിട്ടിയത്. SSKക്ക് മാത്രമേ കിട്ടുള്ളൂ, PM3യുടെ ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ല. ശരി, അവർ പറയുന്നതെല്ലാം നുണയാണ്. പ്രദീപാണ് ബർമുഡയിൽ നിന്ന്. പ്രദീപ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഒരു നിലപാട്, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു നിലപാട്, രണ്ട് മുന്നണിയിലെയും പ്രധാനപ്പെട്ട ആളുകൾ അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത്, അതിനോട് എന്താണ് അഭിപ്രായം? നമസ്കാരം കിരൺ. നമസ്കാരം കിരൺ. എനിക്കാണെങ്കിൽ സത്യം ഈ രാവിലെ ചിരിച്ച് ഞാൻ ചത്തുപോവുക. എന്നാന്നറിയോ, നമ്മൾ ഈ മണിമല ചേട്ടനൊക്കെ ഇങ്ങനെയൊക്കെ വന്നു തന്നെ താങ്കളെ ഒരു ചോദിക്കുന്ന ചോദ്യത്തിന് പോലും ഉത്തരവില്ല.
നിങ്ങൾ ഇന്ന് പറ്റുമെങ്കിൽ ആ വീഡിയോ ഒന്ന് ക്ലിപ്പ് ചെയ്ത് ഒന്ന് ബിനോയ്, ഷാജി കൊല്ലം, പിന്നെ നമ്മുടെ മണിമല ചേട്ടൻ, ഇവരുടെ 3 പേരുടെ പറ്റുമെങ്കിൽ ഇന്ന് ഇടണേ. കാര്യം ഇവരുടെ നേതാക്കൾ കാണട്ടെ. മിസ്റ്റർ കിരൺ, ഇവരെന്ത് രാഷ്ട്രീയ കളിക്കണേ? പ്രതിപക്ഷത്തിരിക്കുമ്പോ ഒന്ന് പറയും, ഭരണപക്ഷത്ത് വരുമ്പോൾ വേറൊന്ന് പറയും. ജനങ്ങൾക്ക് ഗുണകരമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പം കേന്ദ്രത്തിനെ കമ്പനി അടിച്ചോ, അല്ലെങ്കിൽ 2 ശത്രുക്കളല്ലല്ലോ, 2 പേര് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ വന്നവരല്ലേ. ഒന്ന് ഫെഡറൽ സിസ്റ്റത്തിൽ, സ്റ്റേറ്റിലും സെൻട്രലിലും. എന്തായാലും കേന്ദ്രത്തോട്ട് ഫൈറ്റ് കൂടിയൊന്നും ഒരിക്കലും ഒരു ഭരണം ആർക്കും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അവരുമായിട്ട് നോക്കൂ, ഏതെങ്കിലും ഒരു അജണ്ട അതിനകത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എങ്കിൽ നിങ്ങൾ അതിനെ എതിർക്കൂ. അല്ലാതെ ശ്രീ പ്രദീപ് എതിർത്തത് അതെ, എതിർക്കാനേ ഞാൻ പറഞ്ഞ അതിനെ എതിർക്കുക. അല്ല, അജണ്ട ഉള്ളത് കൊണ്ടല്ലേ കേരളത്തിലെ LDF ആയാലും UDF ആയാലും എതിർക്കുന്നത്? അജണ്ട ഉള്ളത് കൊണ്ടും, അല്ലെങ്കിൽ ഞങ്ങളുടെ അജണ്ട നടപ്പാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് പണം തരത്തില്ല എന്നുള്ള ഭീഷണിപ്പെടുത്തുമ്പോൾ സാമ്പത്തികമായി പരിങ്ങളിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് പലപ്പോഴും അതിന് വഴങ്ങേണ്ടി വരുന്നു എന്നുള്ളതല്ലേ? യഥാർത്ഥത്തിൽ ഇതിന്റെ കുറ്റക്കാർ ഈ 2 മുന്നണിയും അല്ലല്ലോ, ഈ കേന്ദ്രം ഭരിക്കുന്ന മുന്നണിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിലേ കിരണ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ കേന്ദ്രത്തിലെ ന്യായീകരിച്ചില്ല, എത്രയോ സ്റ്റേറ്റുകൾ മറ്റുള്ള കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകൾ നടപ്പിലാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുകൊണ്ടാണ് വാങ്ങിക്കേണ്ടി വരുന്നത്. സ്റ്റേറ്റുകൾക്ക് ഞാൻ എന്റെ ഈ പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ മറ്റതിന് പണം തരില്ല എന്ന് പറയുമ്പോൾ ചിലരൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, എന്റെ മകൻ അവിടെ ജോലി കൊടുത്തില്ലെങ്കിൽ, ഞാൻ പറയുന്ന ആളിന് ജോലി കൊടുത്തില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാനുള്ള പണം തരില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഗതി കെട്ടാ പണം വാങ്ങാൻ വേണ്ടി ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ സ്റ്റേറ്റുകൾക്ക് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ വരുന്നത് കേന്ദ്ര സർക്കാർ നീതിയുക്തമായ നിലപാട് സ്വീകരിക്കാത്തതുകൊണ്ടല്ലേ? അല്ല, എനിക്ക് തോന്നുന്നത് ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാരത്തിൽ മേൽ കടന്നു കയറുകയാണ് സെൻട്രൽ ഗവൺമെന്റ് എങ്കിൽ ആ സ്റ്റേറ്റ് ഗവൺമെന്റിന് സുപ്രീം കോടതിയിലും അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയല്ലേ? അപ്പൊ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യണ്ടേ? അതുവരെ വെയിറ്റ് ചെയ്യാൻ കഴിയുമോ നിങ്ങൾക്ക്? ഒരു സംസ്ഥാനം ഓടിച്ചോണ്ട് പോകാൻ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസിന് തീർപ്പാകുന്നത് വരെ ഒരു സംസ്ഥാനത്ത് കോടിക്കണക്കിന് രൂപ കിട്ടാതെ അതിന് വേണ്ടി അത്ര വലിയ സമ്പത്തുള്ള സ്റ്റേറ്റ് വല്ലതും ആണോ കേരളം? കേരളം ഒരു സാമ്പത്തികമായ ദുർബലാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ്, ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിന് കേന്ദ്രത്തിനോടൊക്കെ സാമ്പത്തികമായി പോരാടാനുള്ള ശേഷിയുണ്ടോ? നമ്മൾ കൊടുക്കുന്ന പണത്തിന്റെ വിഹിതം പോലും നമുക്ക് കിട്ടുന്നില്ല, പിന്നല്ലേ? അല്ല, നമ്മളത് ഞാൻ ചോദിക്കണം, നമുക്ക് വാങ്ങാൻ വേണ്ടി എന്തെല്ലാം ഓപ്ഷൻ ഉണ്ടെന്ന്. നമുക്ക് സ്ട്രൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാം. ഞാൻ പറഞ്ഞ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ടു ഫൈറ്റ്. അതിനകത്ത് അവിടെ ഒരു കോംപ്രമൈസ് വെക്കേണ്ട കാര്യമില്ല. പക്ഷെ അതൊന്നും ചെയ്യാതെ നമ്മളതിനെ ലാഗ് ചെയ്ത് കൊണ്ടുപോയി നോക്കൂ. ഇതിനകത്ത് വരുന്നത് എന്താണ്? ഇത് നമ്മുടെ കുട്ടികൾ കിട്ടേണ്ട ആ ഒരു ടൈം വേസ്റ്റ് ആയി പോകുന്നു. ആ കുട്ടികളുടെ ആ എഡ്യൂക്കേഷൻ കോമൺ എല്ലാവർക്കും ഇന്ത്യയിൽ കോമൺ ആയിട്ട് കിട്ടേണ്ട കുറെ ഫെസിലിറ്റി അതിനകത്ത് വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. സോ ഡോണ്ട് വേസ്റ്റ് ദ ടൈം. നമ്മുടെ അടുത്ത കുട്ടികളുടെ ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടി അനാവശ്യമായ കോൺട്രവേഴ്സി ഉണ്ടാക്കാതെ അത് നല്ല രീതിയിൽ എടുക്കണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അങ്ങനെ കുട്ടികളുടെ ഭാവി കൂടി ലക്ഷ്യമിട്ടല്ലേ കേന്ദ്രം ഒരു വിദ്യാഭ്യാസ നയം നടപ്പാക്കുമ്പോൾ അത് ഇന്ത്യ ഇത്രയും കാലം ആർജിച്ച പുരോഗമനാത്മകമായ ശാസ്ത്രീയമായ വിദ്യാഭ്യാസ നയങ്ങൾക്ക് എതിരായ ഒരു നിലപാട് ആ വിദ്യാഭ്യാസ നയത്തിൽ ഉണ്ടാകുമ്പോൾ അത് നടപ്പാക്കേണ്ടി വരുമോ എന്ന ആശങ്ക സംസ്ഥാനങ്ങൾക്ക് സ്വാഭാവികമായും ഉണ്ടാകില്ലേ? അപ്പോൾ അത് കുട്ടികളുടെ ഭാവിയെ കണ്ടുകണ്ടല്ല യഥാർത്ഥത്തിൽ ഇതിനെതിരായ ഒരു വികാരം വരുന്നത്. സാമ്പത്തികമാണ് ഇതിനെ അനുകൂലിക്കുന്ന വികാരമെങ്കിൽ കുട്ടികളുടെ ഭാവി തന്നെയല്ലേ ഇതിനെതിരായ വികാരത്തിനും പ്രധാനപ്പെട്ട കാരണം. അതെ മിസ്റ്റർ കിരൺ, ഞാൻ പറയുന്നത് പ്രതിപക്ഷവും ഭരണപക്ഷവും കേരളത്തിലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് രണ്ടുപേരും കൂടെ ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ട് കേന്ദ്രത്തിനെതിരെ ഒരു പ്രമേയം പാസ്സാക്കണം. അല്ലെങ്കിൽ അവർക്കെതിരെ ഇന്ന കാര്യങ്ങൾ പാടില്ല എന്ന് പറയണം. നമ്മുടെ ആവശ്യം എന്തുവാണ്? നമ്മുടെ ആവശ്യം സർക്കാരിന്റെ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ആ ഫണ്ട് നമ്മൾ കളക്ട് ചെയ്യുക, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക. സോ യൂസ് ദാറ്റ് വേ. അങ്ങനെ ചിന്തിക്കുന്നേ. അല്ലാതെ ലെഫ്റ്റ് ഭരിക്കുമ്പോൾ പറയും ഞാനത് ആരും കാണാം തലയിൽ തുണിയിട്ട് കൊണ്ട് പോയി ഒപ്പിടും, തിരിച്ച് ഇവിടെ വന്നിട്ട് കടലിൽ കളയൂന്ന് പറയും, എന്നിട്ട് ഇപ്പൊ നോക്കുമ്പോൾ അവർ ചെയ്യും. ഇത് വെറുതെ ജനങ്ങള് പൊട്ടത്തരം കാണിക്കാതെ അതിനെ യൂസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യൂ. പിണറായി വിജയനെ നമ്മൾ മാറ്റിയത് അത് അടുത്ത ആൾ നല്ല ചെയ്യാൻ വേണ്ടിയാണ്. വ്യക്തമാണ് ശ്രീ പ്രദീപ്. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് നിന്ന്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? പ്രത്യേകിച്ച് താങ്കളുടെ പാർട്ടി മുന്നണിയും ഒക്കെ എതിർത്ത PMC ആണ് ഇപ്പോൾ അവർ നടപ്പാക്കുന്നത്. നമസ്കാരം. പിന്നെ പ്രതിപക്ഷവും ഭരണപക്ഷവും പാർട്ടി ഏതായാലും ഭരണത്തിലിരിക്കുന്നവര് ഒരു കാര്യം കൊണ്ടുവരികയും അത് നടപ്പാക്കാൻ നോക്കുകയും പ്രതിപക്ഷത്തിരിക്കുന്നവർ അതിനെ എതിർക്കുകയും, ഇതാണ് രണ്ടു കൂട്ടരുടെയും യഥാർത്ഥ ജോലി എന്ന് പറയുന്നത്. പ്രതിപക്ഷത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പ്രതിപക്ഷം അതിനെ എതിർക്കും. അത് അവിടെ രാഷ്ട്രീയമല്ല, അവരുടെ ജോലി അതാ. പ്രതിപക്ഷത്തിന്റെ ജോലി എന്ന് പറയുന്നത് എതിർക്കുക, ഭരണപക്ഷത്തിന്റെ ജോലി എന്ന് പറയുന്നത് അത് നടപ്പിലാക്കുക. ഇതാണ് അവരുടെ ജോലി. പിന്നെ എനിക്ക് വേറൊരു പ്രത്യേകിച്ചൊരു കാര്യം പറയാനുണ്ട്. അത് നമ്മുടെ സ്പീക്കർ സാറിനെ ശ്രദ്ധയപ്പെടുത്താൻ വേണ്ടിയാ. അത് ചിലപ്പം പുള്ളി കാണുമായിരിക്കാം. ഈ നിയമസഭയ്ക്കകത്ത് കൂടിയുള്ള ഈ പൊതുവഴി ഒന്ന് അവസാനിപ്പിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിയമസഭ കൂടുന്ന സമയങ്ങളിൽ
അതുവഴി പോകുന്ന ആളുകൾ ഇഷ്ടം പോലെ ആളുകളാണ് നിയമസഭയ്ക്കകത്ത് കൂടി പോകുന്നത്. ആ പൊതുവഴി അടച്ചു വെച്ചിട്ട് വേണം നിയമസഭ കൂടേണ്ടത്. കാരണം ഈ കണ്ടോണ്ടിരിക്കുന്നവർക്ക് അത് വലിയ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, വലിയ അസൗകര്യം ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും അത് സ്പീക്കർ കഴിഞ്ഞ ദിവസം തന്നെ ആ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഇങ്ങനെ നിയമസഭ കൂടുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് നടക്കുന്നത് ശരിയല്ല എന്നത് പറഞ്ഞിരുന്നു. താങ്കളും ചൂണ്ടിക്കാണിച്ചത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. സുപ്രധാന ചർച്ചകൾ നടക്കുമ്പോൾ ആ തരത്തിൽ ചെയ്യുന്നത്. ശ്രീ രാധാകൃഷ്ണനാണ് പാലക്കാട് നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു വല്ലാത്ത ഇരട്ടത്താപ്പല്ലേ ഇതിൽ വ്യക്തമാകുന്നത്? ശ്രീ രമേശാണ് പാലക്കാട്. ശ്രീ രമേശ്, താങ്കൾ പറഞ്ഞോളൂ. സാർ, ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. പറഞ്ഞു. ഈ ഫെഡറൽ സിസ്റ്റവും കൊളോണിയലിസ്റ്റ് ചിന്താ സരണികൾ എന്നൊക്കെ പറഞ്ഞ് സമയം കളയാതെ കിട്ടുന്ന കാശ് വാങ്ങിയിട്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ചെലവഴിക്കുക. മുസ്ലിം ലീഗിന്റെ കയ്യിലാണ് വിദ്യാഭ്യാസം. ഈ 5 വർഷം കൊണ്ട് എത്രമാത്രം കോളേജുകളും സ്കൂളുകളും മലപ്പുറം സൈഡിൽ കൊണ്ടുപോകുന്നു പറയാൻ പറ്റില്ല. കിട്ടുന്ന പൈസ വേഗം വാങ്ങിയെടുത്ത് കേരളത്തിന് വേണ്ടി ചെലവാക്കാൻ നോക്കുക, അത് മാത്രമേ പറയാനുള്ളൂ. ശരി, ഓക്കെ. പണം കിട്ടുന്നെങ്കിൽ അങ്ങനെ വാങ്ങിക്കുക എന്നത് ഓരോരുത്തരും ഓരോ തരത്തിലാണ് നയം സ്വീകരിക്കുന്നത്. പണമാണോ പ്രധാനം അതോ അതിനപ്പുറത്തേക്കുള്ള നയമാണോ എന്നുള്ളതൊക്കെ പലതരം ചർച്ചകളുമുണ്ട്. എന്തായാലും ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്ന്. ഫാദർ സാമുവൽ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ ഓരോ പക്ഷം മാറുന്നതിനനുസരിച്ച് ഈ നിലപാട് മാറുന്നതിനെ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എനിക്ക് പറയാനായിട്ടുള്ളത്, രാഷ്ട്രീയ പാർട്ടിക്കാര് ഭരണപക്ഷത്താവുമ്പോഴും പ്രതിപക്ഷത്താവുമ്പോഴും അവരെന്ത് സംസാരിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നെന്ന് വളരെ ചിന്തിച്ചിട്ട് അതേ പ്രകാരം തന്നെ അതിന്റെ പ്രായോഗിക വശം കൂടി കണക്കിലെടുത്തിട്ട് വേണം പറയാനും ചെയ്യാനും. ഒന്ന് ചെയ്ത് എന്നിട്ട് പിന്നെ അതിൽ നിന്ന് പിന്മാറുക അത് പ്രയാസമുള്ള കാര്യമാണ്. ഒന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൽ മാറിയിട്ട് വേറൊന്ന് പറയുക എന്ന് പറയുന്നത് അതും പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്ത് സംസാരിക്കുന്നു, എന്ത് പ്രവർത്തിക്കാനായിട്ട് പോകുന്നു, അതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം, വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. രണ്ടാമത്തത്, കേന്ദ്ര ഗവൺമെന്റുമായിട്ട് നല്ല രീതിയിൽ ഇടപെട്ടിട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തി വിദ്യാഭ്യാസ മേഖലയ്ക്ക് കിട്ടേണ്ട പണം കിട്ടുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കുന്ന ഏറ്റവും നന്നായിരിക്കും. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മനോജാണ് കാഞ്ഞൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മനോജ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് PMCയിൽ ഇരുപക്ഷത്തെയും അന്നത്തെയും ഇന്നത്തെയും നിലപാടുകളെ? ശ്രീ മനോജ്, കേൾക്കാമോ? ഹലോ, കേൾക്കാം. പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറയും എലിയെ പിടിക്കാൻ പൂച്ച കറുത്തിരുന്നാലും വെളുത്തിരുന്നാലും കുഴപ്പമില്ലാന്ന്. നമ്മുടെ വിദ്യാഭ്യാസത്തില് പ്രായോഗികമായ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അത്യാവശ്യമാണ്. ആ മാറ്റങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ അതിനെതിരെ ഇപ്പോൾ ഈ രണ്ടു കൂട്ടരെ എതിർക്കുന്നത് ഈ നാട്ടിലെ വോട്ട്, ഈ കേരളത്തിലെ വോട്ട്, അത് ഒരു BJP ഫോബിയ, RSS ഫോബിയ ഇതൊക്കെ കൊണ്ട് തടഞ്ഞു നിർത്താം. ആ ഒരു നയമാണ് ഇപ്പൊ ഈ കാണുന്നത്. ഇതല്ലാതെ മറ്റൊന്നും ഇതിനകത്ത് കാണാനില്ല. കാരണം ശിവൻകുട്ടി PMC പദ്ധതിയുടെ ബ്രോഷർ കാണിച്ചുകൊണ്ട് പറഞ്ഞത്, പത്രക്കാരോട് മുഴുവൻ ചോദിച്ചത്, നിങ്ങളടക്കമുള്ള എല്ലാവരോടും ചോദിച്ചത്, ഇതിനകത്ത് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ അതൊന്ന് പറയാനാണ് പറഞ്ഞത്. അത് എന്തെങ്കിലും ഒരു കുഴപ്പം, ഇതിപ്പോ ഈ പറയുന്ന കുഴപ്പങ്ങളെല്ലാം എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് പരിധി തീർക്കും, അല്ലാതെ അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് ഇവിടെ ഒന്നും തോന്നിയിട്ടില്ല. തന്നെയല്ല NEP എന്ന് പറയുന്നത് അത് നടപ്പാക്കേണ്ട ഒരു കാര്യമാണ്, നടപ്പാക്കി തുടങ്ങിയിട്ടുള്ള ഒരു വിഷയമാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള കോളേജുകളിൽ പോലും ഇപ്പൊ 3 വർഷത്തെ ഡിഗ്രി 4 വർഷമാക്കിയത്. അതുപോലെ ഈ NCERT സിലബസുകളിലെല്ലാം മാറി വന്നിരിക്കുന്നത് ആ ഒരു പദ്ധതിയല്ലേ. അപ്പൊ ഇവിടെ പാവപ്പെട്ടവന്റെ കുട്ടികള് ഇവിടെ ഈ രീതിയിലങ്ങ് പോയാൽ മതി. അതിനകത്തൊരു ചെറിയ വിഷയം, ഈ പുതിയ വിദ്യാഭ്യാസ നയം അത് ഇതുവരെയും നമ്മൾ സൂക്ഷിച്ചിരുന്ന ശാസ്ത്രീയമായ പുരോഗമനാത്മകമായ നയങ്ങൾക്ക് വിരുദ്ധമായ പലതും അതിലുണ്ട് എന്നുള്ള വിമർശനം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വിചക്ഷണരുടെ അടക്കം ഉന്നയിച്ചിട്ടുള്ള ഒന്നുകൂടിയാണ്. അപ്പൊ അതും നമുക്ക് ഇതിനിടയിൽ കാണേണ്ടി വിചക്ഷണരും അല്ല, ഞാൻ പറയാലോ, ഈ വിചക്ഷണര്, ഈ ഇടതുപക്ഷ വോക്കുകള്, ഇവരെല്ലാം പറയുന്നത് ഈ BJP വിരുദ്ധതയാണ്, വേറെ ഒന്നുമല്ല. ഇതിനകത്ത് വേറെ എന്താണ് കാര്യമുള്ളത്?
ഈ നമ്മൾ സമാഹരിച്ചു അല്ലെങ്കിൽ നമ്മൾ ഇത് ഇത്രയും മനോജ്, കാര്യങ്ങൾ ആർജിച്ചു എന്നൊക്കെ പറയുന്ന നമ്മൾ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്, വിദ്യാഭ്യാസം നമുക്ക് പല അന്ധവിശ്വാസങ്ങളും കാണും, പക്ഷേ കുട്ടികളെ പഠിപ്പിക്കുന്നത് ശാസ്ത്രീയതയാണ്. ശാസ്ത്രീയതയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പഠിപ്പിക്കേണ്ടത്. അന്ധവിശ്വാസങ്ങൾക്കെതിരായ നിലപാട് പാഠപുസ്തകത്തിൽ ചിലപ്പോൾ ശാസ്ത്രീയത പഠിച്ചിട്ട് വീട്ടിൽ പോയി അന്ധവിശ്വാസം പുലർത്തുന്ന ആളുകൾ കാണും. പക്ഷേ പാഠപുസ്തകത്തിൽ കൂടി ആ അന്ധവിശ്വാസം പഠിപ്പിക്കുക, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങൾ കടന്നു വരിക, അങ്ങനത്തെ വിമർശനങ്ങൾ ശക്തമായിട്ടുണ്ട്. അതിനെല്ലാം അത് ഇടതുപക്ഷമാണ് വിമർശിക്കുന്നതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വിചക്ഷണൻ തന്നെ ആ തരത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഇതുവരെ ആരും ഒന്ന് പറഞ്ഞു ഞാനിതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കിരൺ ഈ ഒരു വേദിയിൽ തന്നെ പറയാം, എന്താണ് അങ്ങനെ ഒരു അവസരത്തില് എന്ത് ശാസ്ത്രീയത ഇല്ലായ്മയാണ് അല്ലെങ്കിൽ എന്ത് അന്ധവിശ്വാസമാണ് പ്രചരിപ്പിക്കുന്നത്? അതൊക്കെ എത്രയോ ചർച്ചകൾ വന്നതാണ് ശ്രീ മനോജ്. NEP-ക്കെതിരെ എത്രയോ ലേഖനങ്ങൾ, എത്രയോ രാഷ്ട്രീയ ചർച്ചകൾ, സംവാദങ്ങളൊക്കെ ഇന്ത്യ ആകമാനം നടന്നതാണ്. അങ്ങനെയുള്ള വിമർശനങ്ങളുണ്ട്. ഞാൻ ഇപ്പോൾ വിമർശനത്തിലുണ്ട്, അതിനെ വേണ്ട എന്നും വേണമെന്നും അല്ല പറയുന്നത്. പക്ഷെ വിമർശനം ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എത്ര നല്ല കാര്യത്തിന് വേണമെങ്കിലും നമുക്ക് വിമർശിച്ചൂടെ? അല്ല, നല്ല കാര്യത്തെ വിമർശിക്കാം എന്ന് അങ്ങനെ തള്ളിക്കളയാവുന്ന വിമർശനങ്ങളല്ലല്ലോ ഉയർന്നത്. അല്ല, ഇപ്പൊ തന്നെ നോക്കൂ അതിലെ പ്രധാനമന്ത്രിയുടെ പടമില്ല, ഒരു ലോഗോ വെക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് കൊടുക്കണ്ടെന്നുള്ള നിലവാരം തന്നെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ചർച്ച വരെ ആ വഴിക്ക് പോകുകയാണ്. അപ്പൊ എന്താണ് ഇതിന് ഉദ്ദേശിക്കുന്നത്? ശരി മനോജ്, ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇരുപക്ഷവും, കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഓരോ കാലത്ത് വിടുത്ത നിലപാടുകളെ ഓരോ പക്ഷത്തെയും അനുകൂലിക്കുന്ന ആളുകൾ മറുപക്ഷത്തിനെതിരെയുള്ള ആക്ഷേപങ്ങളായി തന്നെ അല്ലെങ്കിൽ ആരോപണങ്ങളായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. അതല്ല, ഈ പണം എങ്ങനെയും വാങ്ങണം എന്ന് പറഞ്ഞവരും, അതല്ല വിദ്യാഭ്യാസ നയത്തിൽ അത്തരം മാറ്റങ്ങളുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് നിലപാടെടുത്തവരുമൊക്കെ ഉണ്ട്. രാഷ്ട്രീയ വിഷയം പൂർണ്ണമായും രാഷ്ട്രീയം ഉൾപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കടുത്ത രാഷ്ട്രീയ വിയോജിപ്പുകൾ നിലനിർത്തുന്ന അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അങ്ങനെ ഉണ്ടാവുകയും വേണം. അങ്ങനെയാണ് ജനാധിപത്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. എല്ലാവരും ഒരു പക്ഷം പറയുമ്പോഴല്ല. എന്തായാലും അത്തരം ചർച്ചകൾ തന്നെയാണ് ഈ പൊതുവേദിയിലും ഉണ്ടായത്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.